നീ നോക്കിക്കോ, 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്ത് ഉച്ചുകുത്തി തീർച്ചയായിട്ടും അത് സംഭവിക്കും. കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായിരിക്കും. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴാണ് നശിക്കുന്നത്. ഞാൻ ആ പഞ്ചായത്തിന്റെ പേര് പറഞ്ഞ പഞ്ചായത്തിൽ സംഘർഷമുള്ള സംഘടനാ ദൗർബല്യം കുറച്ചുള്ള ഒരു മണ്ഡലത്തിൽ നിന്നൊരാൾ എന്നെ ഫോണിൽ വിളിക്കുകയാണ്. നിങ്ങൾ തമ്മിലടിച്ചാൽ പഞ്ചായത്ത് പോകും, നിങ്ങൾ തമ്മിലടിച്ചാൽ അത് അസംബ്ലിയെ ബാധിക്കും, നിങ്ങൾ വീട് കയറിയില്ലെങ്കിൽ ആൾ വോട്ട് ചെയ്യത്തില്ല, നിങ്ങൾ ഒറ്റക്കെട്ടായി ഒരു മുഖത്തോടെ നിന്നില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ഞങ്ങൾ ഒരു ടീം വർക്ക് കൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പുകളിലുണ്ടായ വിജയം, ഇപ്പോൾ ഈ ജില്ലയിലുണ്ടായിരിക്കുന്ന ഉണർവ്, സംഘടനാപരമായി നല്ല ഉണർവുണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പഞ്ചായത്തിലും നിങ്ങൾ കാണിക്കണമെന്ന് അവിടെ നിന്നൊരു പ്രവർത്തകൻ വിളിച്ചപ്പോൾ ആ പ്രവർത്തകനോട് പറയുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകളാണ്. കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത പലരുടെയും പേരുകളില്ല. 3-4 വർഷം മുമ്പ് മരിച്ചവരുടെ പേര് ഇപ്പോഴും വോട്ടർ പട്ടികയിൽ കിടക്കുകയാണ്. ഈ വിവരശേഖരണത്തിനെത്തിയ ഉദ്യോഗസ്ഥർ പലരും CPM പ്രാദേശിക നേതാക്കളുടെ സഹായം തേടിയിട്ടാണ് ഈ ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ളത്. എന്നിട്ട് 23-ാം തീയതി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് ഈ 7-ാം തീയതി ഓഗസ്റ്റ് 7-ാം തീയതി 15 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം ചേർത്തിരിക്കണം എന്ന് പറയുകയാണ്. നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. കേരളത്തിലെ 3 പ്രധാന മുന്നണികളുടെയും മുൻപിലുള്ള ഏറ്റവും നിർണായകമായ അടുത്ത ഘട്ടമെന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്ന പരിശ്രമത്തിലാണ് എല്ലാവരും. അടിത്തട്ടിൽ ശക്തിയുണ്ടോ എന്ന് സ്വയം ബോധ്യപ്പെടാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന മെച്ചപ്പെട്ട റിസൾട്ട് പ്രധാനമാണ്. UDFനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അവർ നേടാൻ പോകുന്ന നേട്ടം അടുത്ത തെരഞ്ഞെടുപ്പിലെ അവരുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പെർഫോമൻസിലേക്കുള്ള ചൂണ്ടുപലകയാകും എന്ന് വിചാരിക്കുന്നു. പുതിയ കാലത്ത് പുതിയ പ്രവർത്തന സംസ്കാരത്തിലേക്ക് മാറിയ കോൺഗ്രസിന് അടിത്തട്ടിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അവർ പുറമേക്ക് പങ്കുവെക്കുന്നു. അതേസമയം LDFന് തദ്ദേശത്തിലെ തിരിച്ചുവരവ് കൊണ്ട് അല്ലെങ്കിൽ തദ്ദേശത്തിലെ ആരോഗ്യകരമായ നില ആവർത്തിച്ചുകൊണ്ട് ഒരു പുതിയ സർക്കാരിൻ്റെ നിയമസഭയിലെ സർക്കാരിൻ്റെ സാധ്യത കൂടി തുറന്നിടാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും അവർക്കുണ്ട്. അതിനിടയിൽ പാലോട് രവിയെ പോലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തദ്ദേശത്തിൽ വലിയ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന സംഘടനാ ആരോഗ്യം നമുക്കില്ല, സർവത്ര തമ്മിൽ തല്ലാണ് എന്ന ഒരു കാര്യം ഇന്നിപ്പോൾ സഹപ്രവർത്തകനോട് സംസാരിക്കുന്നത് പുറത്തു വന്നിരിക്കുകയാണ്. കോൺഗ്രസിനെ കുറിച്ചും 3-ാം ഭരണത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞത് വിടാം. പക്ഷേ തദ്ദേശത്തിൽ മത്സരിക്കാനുള്ള ഗ്രാസ് റൂട്ട് ലെവൽ ആരോഗ്യം പാർട്ടി എന്തുമാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ DCC പ്രസിഡന്റിന് ആത്മവിശ്വാസം പോരാ. തമ്മിൽ തല്ലിൻ്റെ കഥയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. K. സുധാകരൻ KPCC പ്രസിഡന്റായതിനു ശേഷം നാടൊട്ടുക്ക് CUCകൾ ഉണ്ടാക്കുക, അടിത്തട്ടിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുക പോലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചുവെങ്കിലും അത് പൂർണ്ണമായും വിജയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നത് നാം കണ്ടതുമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനെ മറിച്ചിടാൻ UDFന് ഈ സംസ്ഥാന തലത്തിലെ വിഷയങ്ങളും അവിടെ ഉണ്ടായ ആവേശവും ഓളവും മാത്രം മതിയോ? താഴെത്തട്ടിൽ സംഘടന എന്തുമാത്രമുണ്ട്, താഴെത്തട്ടിൽ എന്തുമാത്രം വിഷയങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്, എല്ലായിടത്തും പ്രവർത്തകരും നേതാക്കളുമുണ്ടോ, ജനബന്ധമുണ്ടോ എന്ന ചോദ്യം ഒരിക്കൽ കൂടി ആ പാർട്ടിക്കെതിരെ ഉയർന്നു വരുന്നു. അതിനിടെ നോക്കൂ, VD സതീശൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിൽ ആകമാനം CPIMന് അനുകൂലമായ ഇടതുപക്ഷത്തിന് അനുകൂലമായ ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന ആരോപണം ഉന്നയിക്കുന്നു. എന്തുമാത്രം വിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെയാണ് ഇവിടെ UDF ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നത്? തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഒരു വശത്തുള്ളപ്പോൾ തന്നെ സജ്ജമായിട്ടുണ്ടോ ഈ പാർട്ടി, അതിൻ്റെ സംവിധാനവും എന്ന ക്വസ്റ്റ്യനും ഉയർന്നു വരികയാണ്. ഈ വിഷയം സംസാരിക്കുന്നു ഇന്ന് സ്പെഷ്യൽ എഡിഷനോടൊപ്പം ചർച്ചയിലുള്ളത് അനിൽ ബോസ് കോൺഗ്രസ് നേതാവ്, D. സുരേഷ് കുമാർ CPIMൽ നിന്ന്, സജീവൻ മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ശ്രീ അനിൽ ബോസ്, കോൺഗ്രസിനെ സംബന്ധിച്ച്, UDFനെ കുറിച്ചല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ പല വിഷയങ്ങളും സംസ്ഥാന തലത്തിലുണ്ട് എന്ന ആത്മവിശ്വാസമുണ്ട്. പക്ഷെ അത് ഏറ്റെടുക്കാനും താഴെത്തട്ടിലെത്തിക്കാനും താഴെത്തട്ടിലെ പ്രശ്നങ്ങൾ പ്രത്യേകമായി എടുക്കാനും തക്കവണ്ണമുള്ള സംഘടനാ സംവിധാനം നിങ്ങൾക്കൊരു ഹൈപ്പർ ലോക്കൽ സാധനം ഇല്ല എന്ന കോൺഫിഡൻസ് ഇഷ്യൂ ആണോ ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റ് വാചകത്തിനകത്ത് കേൾക്കുന്നത്? നിഷാദെ, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന
പല തെരഞ്ഞെടുപ്പുകൾ. അതിൽ ഓരോ തെരഞ്ഞെടുപ്പുകളും വ്യത്യസ്തമായ വീക്ഷണത്തിലാണ് നമ്മുടെ ജനസമൂഹം വോട്ട് ചെയ്യുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ചെയ്യുന്ന കാഴ്ചപ്പാടോടുകൂടിയല്ല നിയമസഭ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന രീതിയിലല്ല, ആ ചിന്തയിലല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പെല്ലാം പൂർണ്ണമായ രാഷ്ട്രീയമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ 25 വർഷം മുമ്പ് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിച്ച് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് പഞ്ചായത്ത് എന്താണെന്നും പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികൾ എന്താണെന്നും ഒക്കെ വളരെ കൃത്യമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പറയട്ടെ, തെരഞ്ഞെടുപ്പിൽ കുടുംബങ്ങൾ, ഓരോ വിഭാഗങ്ങളുടെയും സ്വാധീനം, മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ ഇടപെടൽ, പുതുതായിട്ട് പല കാര്യങ്ങൾ വിവക്ഷിച്ചുകൊണ്ടാണ് ജനങ്ങൾ അതിൽ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ പൂർണ്ണമായി രാഷ്ട്രീയമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ താങ്കൾ പരാമർശിച്ചതുപോലെ ഇപ്പോൾ തിരുവനന്തപുരം DCC പ്രസിഡന്റ് പറഞ്ഞു യോജിപ്പില്ലാത്ത സ്ഥലങ്ങളിൽ ആരായാലും മുങ്ങുമല്ലോ. അതിപ്പോൾ CPM ആയാലും BJP ആയാലും കോൺഗ്രസ് ആയാലും ഏത് പാർട്ടിയാണെങ്കിലും ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാം. അപ്പോൾ ഒരുമയില്ലെങ്കിൽ മുങ്ങുക എന്ന് പറയുന്നതൊരു പാർട്ടി പ്രവർത്തകനോട് കോൺഗ്രസിൻ്റെ ഒരു നേതാവല്ല, ഏത് നേതാവ് പറഞ്ഞാലും ഒരുമയോടുകൂടി പോകണം, ഒരുമയില്ലേ നമ്മൾ മുങ്ങും എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് സ്പിരിറ്റിലെടുക്കാനാണ് എനിക്കിഷ്ടം. മറ്റ് വ്യാഖ്യാനങ്ങൾക്കൊന്നും അർത്ഥമില്ല. പിന്നെ നമ്മൾ ചടുലമായ പ്രവർത്തനങ്ങൾ വേണം. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞാൻ എൻ്റെ സ്കൂൾ ജീവിതകാലം മുതൽ വിദ്യാർത്ഥി യുവജന സംഘടനാ രാഷ്ട്രീയത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും നിൽക്കുന്ന ഒരാളാണ്. പഴയ കാലത്തിൽ നിന്നും വ്യത്യാസമുണ്ട്. ഇന്നത്തെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ശൈലിയിലും സമീപനത്തിലും നേതാക്കളുടെ സ്വഭാവത്തിലും അനുയായികളുടെ സ്വഭാവത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്. അതൊക്കെ ശരിയാണ്. എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ചേറെ കാലത്തെ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ, പ്രത്യേകിച്ച് ഒരു 15 വർഷത്തെ സംഘടനാ പ്രവർത്തന രീതി പരിശോധിച്ചാൽ 100% ആത്മാർത്ഥതയോടുകൂടി എനിക്ക് പറയാൻ കഴിയും. അത് കേവലം കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾ ധരിക്കേണ്ട. സത്യസന്ധമായി പറയുകയാണ്. വളരെ കൃത്യമായി ബൂത്ത് കമ്മിറ്റികൾ ക്രമീകരിക്കാൻ, വാർഡ് കമ്മിറ്റികൾ ക്രമീകരിക്കാൻ, കുടുംബ സംഗമങ്ങൾ, മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായതിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചപ്പോൾ അതിൻ്റെ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ, നേതൃതല ശില്പശാലകൾ സംഘടിപ്പിക്കാൻ, പാർട്ടി ക്യാമ്പുകൾ. ഞങ്ങൾക്കൊരു 10-15 വർഷത്തിന് ഇടയിൽ ക്യാമ്പുകൾ എത്ര നടന്നിട്ടുണ്ട് എന്ന് നിഷാദ് ചോദിച്ചാൽ ഞാൻ തുറന്ന് അംഗീകരിക്കും. ക്യാമ്പുകളുടെ എണ്ണം കുറവായിരുന്നു. പഴയകാല പോലെ പഠനമോ കൂട്ടായ്മയോ ഒത്തുചേരലോ ഒന്നിച്ച് താമസമൊന്നും ഇല്ലാതായിട്ട് ഒത്തിരി കാലമായിരുന്നു. അതൊക്കെ മാറി. കോൺഗ്രസ് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലും ഇന്ത്യയിലും പ്രതിപക്ഷത്താണ്. ആ പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്നലകളിലെ അലസത പോലെ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു യോജിപ്പിൻ്റെ അന്തരീക്ഷം ഉയർത്തിക്കൊണ്ട്, ഇപ്പം പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, ആഗ്രഹങ്ങളുള്ളവർ തമ്മിൽ മത്സരങ്ങളുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. ജനാധിപത്യ ക്രമത്തിൽ അതൊക്കെ അനിവാര്യവുമാണ്. അപ്പം അതുകൊണ്ട് മുൻകാലത്തെ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ 15 വർഷത്തിനിടയിലുള്ള രാഷ്ട്രീയ സാഹചര്യം, 1-2 UPA കാലം, ഈ കേരളത്തിൽ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണത്തിൻ്റെ കാലം, 10 വർഷത്തെ ഇന്ത്യയിലെ BJP ഭരണകാലം നോക്കിയാൽ നല്ല രീതിയിലുള്ളൊരു മാറ്റം ഇന്ത്യയിലാകമാനം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. സംഘടനാ പ്രവർത്തനത്തിലുണ്ട്. പോരായ്മയുള്ള സ്ഥലത്തെല്ലാം കൃത്യമായ അഴിച്ചുപണികൾ നടക്കുകയാണ്. ഈ സംഘടനാ പ്രവർത്തനത്തിൽ, അതായത് പണിയെടുക്കാതെ തിരിച്ചു വരാൻ കഴിയില്ല എന്ന ബോധ്യമുണ്ടാവുക കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനമാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, സംഘടനാ പ്രവർത്തനത്തിൽ പുതിയ സംസ്കാരത്തിലേക്ക് നിങ്ങൾ കടന്നു, പുതിയൊരു ആവേശത്തിലേക്ക് കടന്നു എന്നൊക്കെ പറയുമ്പോഴും അത് ഈ ഭൗതിക സ്വഭാവത്തിൽ, എന്ന് വെച്ചാൽ എല്ലായിടത്തും കമ്മിറ്റികൾ ഉണ്ടാക്കുക, എല്ലായിടത്തും പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കാൻ, ഞാൻ വെറും പ്രാദേശികമല്ല, ഞാൻ ഹൈപ്പർ ലോക്കൽ, ഏറ്റവും താഴെത്തട്ടിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഒരു വീട് സന്ദർശിക്കുന്ന തരത്തിൽ ബന്ധം ഉണ്ടാക്കാൻ കഴിയുക. CPM-നൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ ബന്ധം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങൾ ഫിസിക്കലി നിങ്ങളുടെ സംവിധാനം എന്തുമാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ചോദ്യം അവിടെയുണ്ട്. നമുക്ക് PJ കുര്യൻ കഴിഞ്ഞ ദിവസം പറയുകയാണ്, ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്ന ആവേശം, അല്ലെങ്കിൽ ഏതെങ്കിലും സെക്രട്ടേറിയറ്റിനും കളക്ടറേറ്റിനും മുന്നിൽ നടത്തുന്ന സമരം, അതുപോരാ. അതിനെല്ലാം പുറത്തൊരു 60% ആളുകൾ ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ തെരുവുകളിലും ജീവിക്കുന്നുണ്ട്. അവരിലേക്കുള്ള പെനട്രേഷൻ നിങ്ങൾക്ക് എന്തുമാത്രം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു? അതിൽ വിമർശനമുണ്ട് എന്ന് പറയുകയാണ് വേറൊരു നേതാവ് PJ കുര്യൻ. അതാണ് ഞാൻ ചോദിക്കുന്നത്, എല്ലായിടത്തും കോൺഗ്രസ്സുകാരുണ്ടോ? എല്ലായിടത്തും കോൺഗ്രസിന് നേതാക്കളുണ്ടോ? എല്ലായിടത്തും ജനബന്ധ പദ്ധതികളുണ്ടോ എന്ന് ചോദിച്ചാൽ താങ്കൾ ഉണ്ടെന്ന് പറയുമോ? അല്ല നിഷാദേ, നമ്മൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ സാഹചര്യം കോൺഗ്രസിനുണ്ടോ? സ്വാതന്ത്ര്യാനന്തര കാലത്ത് 60 ആണ്ടുകൾ രാജ്യം ഭരിച്ച സ്വാധീനത്തിൽ നിൽക്കുമ്പോഴുള്ള രാഷ്ട്രീയ നേതാക്കളുടെ കൂട്ടായ്മയും പ്രവർത്തകരുടെ മുന്നേറ്റവും ഉണ്ടോ? അങ്ങനെ നമുക്ക് പലതും പല രീതിയിൽ നമുക്ക് ചോദിക്കാം.
ഞാൻ പറയട്ടെ, നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ കാണണം. ആ യാഥാർത്ഥ്യങ്ങൾ കാണണം. ഇത് നിങ്ങൾ കേവലം ഒരു പാർട്ടി പൊളിറ്റിക്സിൽ അല്ലെ പാർട്ടി രാഷ്ട്രീയത്തിൽ മാത്രം കാണരുത്. ഇന്നത്തെ സ്ഥിതി എന്താ? ഞാൻ ഈ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കാൻ കഴിയുക. ഞാൻ വീട് കയറി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. എന്നെ അറിയുന്ന ആളുകളോട് മുഴുവൻ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ അടുത്ത് തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴല്ല, സ്ഥാനാർത്ഥി വരുമ്പോഴല്ല, അതിനു മുമ്പ് കേരളത്തിലെ മുഴുവൻ ബൂത്തുകളിലും പാർട്ടി പ്രവർത്തകർ 10 ദിവസമെടുത്ത് അതാത് വാർഡുകളിൽ കയറണമെന്ന് നിലപാടുള്ള ആളാണ് ഞാൻ. അത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് ഇരിക്കുന്ന യോഗങ്ങളിലടക്കം ആ നയവും നിലപാടും വ്യക്തമാക്കിയിട്ടുള്ള ആളാണ് ഞാൻ. അത് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പം പ്രൊഫസർ PJ കുര്യൻ പറഞ്ഞു വീട് കയറണം. നല്ല കാര്യമാണ്. കയറിയിട്ടുള്ള ഒരാളെന്നുള്ളതിൽ ഞാൻ അതിനെ 100% സ്വാഗതം ചെയ്യുന്നു. അതിലേക്ക് വരണം. പക്ഷെ കയറുമ്പോൾ അറിയുന്നൊരു യാഥാർത്ഥ്യമുണ്ട് നിഷാദെ. ആ അറിയുന്ന യാഥാർത്ഥ്യം കോൺഗ്രസും CPM-ഉം BJP ഒന്നും അല്ല. കേരളത്തിലെ ഭരണത്തിൽ വരുന്ന ഏതു പാർട്ടിയും ചിന്തിക്കേണ്ട അതിഗൗരവമായ ഒരു പ്രശ്നം നമ്മുടെ ഹൃദയത്തിൽ തൊട്ടറിയും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഞാൻ കയറിയ ഒരാളെന്നുള്ളതിൽ പറയാൻ ആഗ്രഹിക്കുന്ന പല വീടുകളിലും നമ്മൾ ചെല്ലുമ്പോൾ ഒരു 20 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. കാരണം എന്താ? അവർ ഇവിടെ പഠിക്കുന്നു. +1-ന്, +2-ന്, ഡിഗ്രിക്ക്, PGക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ട്. അതിന് മുകളിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതയുടെ കുറവ് കൊണ്ടോ ജീവിത സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ടോ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളിൽ ചില ചെറുപ്പക്കാരൊക്കെ ഇവിടെ ഉണ്ടാവും. അല്ലാത്തവരൊക്കെ പറന്നു കഴിഞ്ഞു. കാനഡയിൽ, UK-യിൽ, ജർമ്മനിയിൽ, അതുപോലെ ഇന്ത്യയിലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം പ്രശ്നമായിട്ട് നമ്മളിതിനെ ആ വ്യൂ പോയിന്റിൽ കാണരുത്. അത്തരമൊരവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ വരുന്ന ഭരണ നേതൃത്വം ഏത് പാർട്ടി ആയാലും ചെറുപ്പക്കാർക്ക് ഇവിടെ പഠിക്കാൻ, വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ, അവർക്ക് ഉന്നതമായ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പുതിയ കാല കാഴ്ചപ്പാടിലേക്ക് രാഷ്ട്രീയ നേതൃത്വം വരണമെന്ന ബോധ്യമാണ് ഭവന സന്ദർശനത്തിലൂടെ എനിക്കുണ്ടായത്. അല്ല, കോൺഗ്രസിന് കൊടി പിടിക്കാൻ 10 പേര് കുറഞ്ഞോ എന്നുള്ളതല്ല ഞാൻ പഠിച്ച ഭവന സന്ദർശന രാഷ്ട്രീയം. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് അത് വളരെ ഗൗരവമുള്ള ഒരു ഭവന സന്ദർശന രാഷ്ട്രീയം വേണമെന്ന പോയിന്റ് മനസ്സിലാക്കുകയും അത് കമ്മിറ്റിയിൽ പറയുകയും ചെയ്യുന്ന ആളാണ് താങ്കൾ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിന് ആ മെക്കാനിസം ഉണ്ടോ എന്നുള്ളതാണ്. അതിലേക്ക് വരാമോ? അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്യുന്നത് അങ്ങനെ പക്കാ കക്ഷി രാഷ്ട്രീയത്തിനല്ല എന്ന് താങ്കൾ പറഞ്ഞു. വസ്തുതാപരമാണത്, അത് ശരിയാണ്. അവനവൻ്റെ ദൈനംദിന ജീവിതത്തിൽ ആരുമായിട്ടാണ് ബന്ധമുള്ളത്, അല്ലെങ്കിൽ ആരാണ് ഒരു നിർണായക സന്ദർഭത്തിൽ സഹായിച്ചിട്ടുള്ളത്, ചെറിയ സഹായം പോലും അതുപോലും വോട്ടായി മാറുന്ന സ്വഭാവമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്. നോക്കൂ, അപ്പുറത്ത് ഇപ്പോൾ DYFIയുടെ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങളുടെ തന്നെ നേതാക്കൾ സമീപകാലത്ത് പലപ്പോഴും പുകഴ്വാക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് താഴെ തട്ടിൽ പ്രവർത്തിക്കുന്നു, ദൈനംദിനം ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് PJ കുര്യൻ പറയുന്നത് ഇങ്ങനെ 40% പേരെ മാത്രം ശ്രദ്ധ കിട്ടുന്ന സമരങ്ങളിലൂടെയല്ല, ബാക്കി 60%-ൻ്റെയും ഇമോഷണൽ കണക്ഷൻ കിട്ടുന്ന ഗ്രാമീണ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് സംവിധാനമില്ല, നിങ്ങളുടെ യുവജന വിഭാഗത്തിന് പോലും പൂർണ്ണ തോതിൽ സംവിധാനമില്ല എന്ന പ്രശ്നമുണ്ട്. പലപ്പോഴും അതിനകത്ത് കേവല അധികാര യുദ്ധങ്ങളാണ് നടക്കുന്നത് പോലും കാണാം. നോക്കൂ, DYFIക്കാർ അവർ എല്ലാ ദിവസവും ചോറ് കൊടുക്കുന്നു, അവർ ആക്രി പറക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുന്നു, നിരന്തരമായ ജീവിത പ്രശ്നങ്ങൾ ഇടപെടുന്നു. അത് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ആ മുന്നണിക്കും പാർട്ടിക്കും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നേട്ടം വളരെ വലുതാണ്. നമ്മളതിനെ എത്ര വലുതാക്കി അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആ നിലയ്ക്കൊരു പ്രവർത്തന സംസ്കാരത്തിലേക്ക് പൂർണ്ണതോതിൽ പോകാൻ സംസ്ഥാനത്ത് എല്ലായിടത്തും കോൺഗ്രസിൻ്റെ കൊടി പാറുന്നുണ്ട്, കോൺഗ്രസിനൊരു നേതാവുണ്ട്, ആളുകൾക്ക് സമീപിക്കാൻ കോൺഗ്രസിനൊരു ഒരു ലീഡറുണ്ട് എന്ന മറ്റുള്ളൊരു മെക്കാനിസം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയോ? ഐഡിയ ഒക്കെ ശരിയാണ്, സംഗതി പ്രവർത്തന പദത്തിൽ വന്നെന്ന് എൻ്റെ ചോദ്യം. അല്ല, ഇതിൻ്റെ അകത്ത് നമ്മൾ കാണേണ്ട 2-3 കാര്യങ്ങളുണ്ട്. നമ്മൾ വേണമെങ്കിൽ എനിക്കിവിടെ വന്നിരുന്ന് കോൺഗ്രസ് എല്ലാം ഭംഗിയാണ്, കോൺഗ്രസ് ഏറ്റവും സുതാര്യമായി പോകുന്നു എന്നൊക്കെ വാദിക്കാം. നിഷാദ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കണം. CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രതിമാസ ഓണറേറിയം 7500 എന്ന് പറഞ്ഞാൽ അവൻ ശമ്പളം പറ്റുന്ന ജീവനക്കാരനാണ്. ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ പ്രതിമാസ ഓണറേറിയം 15000 രൂപയാണ്. മനസ്സിലായില്ലേ? CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുടെ പ്രതിമാസ ഓണറേറിയം 15000 രൂപയാണ്. ഇതിന് പാർട്ടിയുടെ സർവൻ്റാണ്. പാർട്ടിക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിന് പാർട്ടി സമാഹരിക്കുന്ന പണം, നേരായിട്ടാണെങ്കിലും നേരല്ലാതെ ആണെങ്കിലും സമാഹരിക്കുന്ന പണത്തിൽ ശമ്പളം പറ്റി ജോലി ചെയ്യുന്നവനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ, മാർക്സിസ്റ്റുകാരൻ. കോൺഗ്രസ് അതല്ല. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്നത് മീഡിയ വണ്ണിൻ്റെ ഔദാര്യം പറ്റിയിട്ടല്ല. എൻ്റെ പാർട്ടിക്ക് വേണ്ടി എൻ്റെ പാർട്ടി നിയോഗിച്ച പ്രകാരം എൻ്റെ വണ്ടിക്കൂലി മുടക്കിയാണ് ഞാനിവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റേതായ പരിമിതികൾ ഉണ്ടാവും. ഒരുപക്ഷെ എനിക്ക് വ്യക്തിപരമായ ആവശ്യങ്ങൾ, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കണം, എൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് അവരാരും പെയ്ഡ് സർവൻസ് അല്ല ഇതിൻ്റെ അകത്ത്, അവരാരും അടിമകളുമല്ല. മനസ്സിലായില്ലേ?
ലോകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉള്ളൂ നിഷാദെ, അഭിമാനത്തോടു കൂടി നെഞ്ചുയർത്തി. ഞാൻ കഴിഞ്ഞ 39 വർഷക്കാലം ഈ പാർട്ടിയുടെ കൊടി പിടിച്ച ആൾ പറയാ, ഞാൻ ഈ പാർട്ടിയുടെ ഔദാര്യമോ ഏതെങ്കിലും ഒരു ശമ്പളമോ ടിയോ ഡിയോ പറ്റി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളല്ല. ഒരു MLAക്ക് അതിന് അവസരം ഉണ്ടാവും, MP ക്ക് അവസരം ഉണ്ടാവും, ഭരണത്തിലുണ്ടെങ്കിൽ ഒരു കോർപ്പറേഷൻ ചെയർമാൻ അവസരം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു DCC പ്രസിഡന്റ് പാർട്ടി ഫണ്ട് എടുത്ത് ചിലപ്പോൾ യാത്ര ചെയ്യാൻ പറ്റിയേക്കും, KPC പ്രസിഡന്റ് പറ്റിയേക്കും, ഇൻക്ലൂഡിങ് KPC ജനറൽ സെക്രട്ടറിമാർ അടക്കമുള്ള. അല്ല, എനിക്ക് തോന്നുന്നു മനസ്സിലാവുന്നില്ല എന്തിനാണ് അനിൽ ബോസ് ഇങ്ങനെ, അല്ല ഫുൾ ടൈം പ്രവർത്തകർ വാങ്ങിക്കുന്ന പൈസ എന്തിനാണ് അവമതിക്കുന്നത്? ഫുൾ ടൈം പ്രവർത്തകർ നാടിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്, ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പ്രവർത്തിക്കുകയാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ അവരിപ്പോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവിടെയും കിട്ടുമല്ലോ ഈ ഓണറേറി. നിങ്ങൾക്ക് ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, അതിനപ്പുറത്തുള്ള ആളുകളുടെ പൈസ ഔദാര്യം വാങ്ങിക്കുന്നു, എന്തോ ശമ്പളം വാങ്ങിക്കുന്നു, അടിമപ്പണി എടുക്കുന്നു, അങ്ങനെയൊക്കെ ആക്ഷേപിക്കേണ്ടതുണ്ടോ? നിഷാദ് മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറയുന്നതിന്റെ പോസിറ്റീവായിട്ടുള്ള കാര്യം എടുക്കണം. കോൺഗ്രസ് പാർട്ടിയുടെ കൊടിപിടിക്കുന്ന ഓരോ പ്രവർത്തകരും അവൻ്റെ അധ്വാനത്തിൽ അവൻ്റെ വീടും അവൻ്റെ കുഞ്ഞുങ്ങളും കഴിയേണ്ട പണമെടുത്ത് പൊതുസമൂഹത്തോടുള്ള ഇഷ്ടം കൊണ്ടും പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടും കമ്മിറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. ശമ്പളം പറ്റുന്നവരും അങ്ങനെ സർവീസ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരും തമ്മിൽ അന്തരമുണ്ടെന്നേ. ആ അന്തരം കാണണ്ടേ? അതിനെ നിങ്ങൾ നമസ്കരിക്കണ്ടേ? അല്ല, എനിക്ക് മനസ്സിലാവാത്ത എന്താണ് അനിൽ ബോസ് പറയുന്നത്? CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച് കുടുംബം വിചാരിക്കുന്നതല്ലോ. പാർട്ടിക്ക് വേണ്ടി ഒരാൾ കമ്മിറ്റഡ് ആയിട്ട് ഇറങ്ങി വരുമ്പോൾ അയാളുടെ ജീവിതത്തിനുള്ള ഒരു ചെറിയ തുക, അത് 7,500 കൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. പറ്റുമോ? 7,500 കൊണ്ട് ലോക്കൽ സെക്രട്ടറിക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ആർക്കും പറ്റില്ല ജീവിക്കാൻ. അപ്പോൾ ഒരാൾ കമ്മിറ്റഡ് ആയി വരുന്നു, അയാൾക്ക് ഒരു തുക കൊടുത്ത് സഹായിക്കാൻ അപ്പുറത്തേക്ക്. അപ്പൊ ഗവൺമെന്റ് ജോലി കിട്ടുന്നത് പോലെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായേക്കാം, ജീവിക്കാമല്ലോ എന്ന് വിചാരിച്ച ആളുകൾ വരുന്നു എന്നാണോ? നിഷാദ് ചില യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ പൊള്ളുവന്ന്. 7,500 കൊടുക്കുന്നത് ഓണറേറിയമാണെങ്കിൽ അയാളുടെ യാത്രാ ചെലവ് മുഴുവൻ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന ഫണ്ട് എടുത്ത് പ്രവർത്തനം നടത്തുന്നവരാണ്. ഞങ്ങൾ അങ്ങനെ അല്ലെന്നേ. ഞങ്ങൾ ഓരോ വ്യക്തികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 5 രൂപ മെമ്പർഷിപ്പുള്ള കോൺഗ്രസ് പ്രവർത്തകൻ വരെ പാർട്ടിയുമായി ബന്ധപ്പെട്ടും പൊതുസമൂഹവുമായി ബന്ധപ്പെട്ടും ചെയ്യുന്ന പ്രവർത്തികൾ അവന്റെ സർവീസ് മാത്രമല്ല, അവന്റെ അധ്വാന വിഹിതം കൂടി ചെലവഴിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് ഇന്ത്യയിലെ കോൺഗ്രസ്. ഒറ്റ സെക്കൻഡ്, ഒരു ദിവസം അവന് പൊതുവിടത്തിൽ 5 പൈസ പിരിക്കുന്നില്ലേ പാർട്ടി? അല്ല, പൊതുവിടത്തിൽ 5 പൈസ പാർട്ടി പിരിക്കുന്നില്ലേ? എനിക്ക് നിഷാദ് ഇനി സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവസരം തരിക. ഇനി തന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ പണം പിരിക്കുന്നതിനെതിരെ പറഞ്ഞില്ല, ഓണറേറിയം കൈപ്പറ്റുന്നതിനെതിരെ പറഞ്ഞതല്ല, അവർ TADA എടുക്കുന്നതിന് അതിന് പറഞ്ഞല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യം ഏതെങ്കിലും ഒരു വാർഡിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നില്ല എങ്കിൽ അവൻ്റെ ഉപജീവന മാർഗത്തിൽ നിന്ന് എടുത്താണ് അവൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അവൻ്റെ തൊഴിലിൽ നിന്നും വരുമാനത്തിൽ നിന്നും എടുത്താണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അതിൻ്റെതായ പരിമിതികൾ ചിലയിടങ്ങളിൽ ഒരുപക്ഷെ ഞങ്ങൾക്കുണ്ടാവാം എന്ന തുറന്ന സമ്മതമാണ് ഞാൻ നടത്തിയത്. അതിനെ നിങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളേണ്ടതിന് പകരം അല്ലാതെ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുക എന്ന സംസ്കാരത്തിന്റെ ഇഷ്യൂ അല്ല എന്നാണ്. ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാൻ അനിൽ ബോസ്, നിങ്ങൾ കഴിഞ്ഞ 10-25 വർഷം ഒറ്റയടിക്ക് ഭരണം മാത്രം അനുഭവിച്ചവരാ. സമരത്തിലൂടെ അധികാരം എന്ന് പറയുന്ന സംഗതി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറിയ ശേഷം നിങ്ങളുടെ സംസ്കാരത്തിൽ അങ്ങനെയില്ല. അപ്പൊ അതിന്റെ എല്ലാ പ്രശ്നവും കാണും. ഇവിടെയാണെങ്കിലോ 5 വർഷം കൂടും മാറി അത് ഞാൻ പറയാണ്, ഞാൻ ഒരു അഭിപ്രായം പറയാണ്. അതൊരു സംസ്കാര പ്രശ്നമാണ്, പൈസയുടെ പ്രശ്നമല്ല. അതൊരു സംസ്കാര പ്രശ്നമല്ലേ, പൈസയുടെ പ്രശ്നമാണോ? താങ്കളാണോ അല്ല ഞാൻ ചോദിക്കുന്ന താങ്കളാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന്റെ ഇത് സർവീസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് മോണിറ്റർ ചെയ്യാനുള്ള അതോറിറ്റി താങ്കളാണോ? ഞാൻ എന്റെ അഭിപ്രായം പറയാം. താങ്കൾ കോൺഗ്രസ് പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റ് ആണോ? കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ്? ഒരു മിനിറ്റ്, ഇതൊരു ഡിബേറ്റ് ആണല്ലോ. കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ പണിയെടുക്കുന്നില്ലെന്ന് നിങ്ങൾ ഏതർത്ഥത്തിലാണ് പറഞ്ഞത്? ഏതർത്ഥത്തിലാണ് നിങ്ങൾ പറഞ്ഞത്? കോവിഡ് കാലത്ത് എവിടെയാണ് ഞങ്ങൾ ഇല്ലാതിരുന്നത്? ഏത് ദുരന്തവശത്താണ് ഞങ്ങൾ ഇല്ലാതിരുന്നത്? ഏത് ജനങ്ങളുടെ പ്രശ്നങ്ങളിലാണ് ഞങ്ങൾ ഇല്ലാതിരുന്നത്? ഞങ്ങൾ ഇല്ലാതിരുന്നിട്ടുണ്ട്. എപ്പോഴാ? കോവിഡ് പ്രോട്ടോകോൾ പ്രമാണിച്ച് ആരോഗ്യ വാളണ്ടിയറും അംഗനവാടി ടീച്ചറും ആശാവർക്കർമാരും മാത്രം പുറത്തിറങ്ങിയാൽ മതി, ഒരു കോൺഗ്രസ്സുകാരനും പുറത്തിറങ്ങണ്ട എന്ന് പറഞ്ഞ് ബാൻ ചെയ്യുന്ന രീതിയിൽ രാഷ്ട്രീയ പ്രേരിതമായി നിലപാടെടുത്തപ്പോൾ അന്നത്തെ നമുക്ക് ശീലമില്ലാത്ത ഒരു അസുഖത്തിന്റെ മുന്നിൽ നമ്മൾ ഒരു പക്ഷേ പുറകോട്ട് നിന്നിട്ടുണ്ടാവും. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഞാനത് അംഗീകരിക്കും. പക്ഷേ ഞങ്ങൾ ഏത് ദുരന്തമുഖത്താണ് ഇല്ലാത്തത്? ഒരു ദുരന്തമുഖം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. പ്രളയത്തിൽ ഞങ്ങളില്ലായിരുന്നോ? നമ്മൾ ഈ വയനാട്ടിലെ ദുരന്തത്തിൽ ഞങ്ങളില്ലായിരുന്നോ? പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ ഞങ്ങളില്ലായിരുന്നോ? ഏത് കാര്യത്തിലാണ് ഞങ്ങളില്ലാത്തത്?
ഞങ്ങൾക്ക് ഭരണം കിട്ടി. താങ്കൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഭരണത്തിൽ സുഖിച്ചു. ഞങ്ങൾ ഭരണത്തിൽ സുഖിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് പാവപ്പെട്ട മഞ്ഞക്കാർഡുള്ള റേഷൻ കാർഡുകാരൻ പ്രതിമാസം 35 കിലോ അരി 1 രൂപ കൊടുക്കാതെ വാങ്ങുന്നത്. ഞങ്ങൾ ജനങ്ങളെ കണ്ടുകൊണ്ടാ. പല പഞ്ചായത്തിലും ഇന്ന് 346 369 പ്രതിദിന വേതനം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ നിഷാദ് അറിഞ്ഞിട്ട് വേണം. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരൻ അധികാരത്തിലിരുന്നോണ്ടാ, ഒരു CPM-കാരന്റെ BJP-കാരന്റെ ഔദാര്യമല്ല. ഞങ്ങൾക്ക് അധികാരത്തിൽ ഞങ്ങൾ ഇരിക്കുന്ന സൂഹിക്കല്ലേ ഇത്. ഞങ്ങൾ ജനങ്ങൾക്ക് ക്ഷേമകരമായ പ്രവർത്തനമാണ് ചെയ്തത്. അത് ഓരോ കാര്യങ്ങളും എടുത്തു പറയാൻ കഴിയും എനിക്ക്. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതി മാത്രമല്ല, ഭക്ഷ്യസുരക്ഷ അവകാശം മാത്രമല്ല, വിവരാവകാശ നിയമം മാത്രമല്ല, ഈ രാജ്യത്ത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഭരണത്തിലിരുന്ന് സുഖിക്കുന്നതിനപ്പുറം അവരുടെ വേദനകൾ ഉൾക്കൊണ്ട് തീരുമാനമെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഞങ്ങൾക്ക് ഭരണത്തിൽ ഞങ്ങളാരും സൂഹിക്കല്ലേ ഇത്. മനസ്സിലായില്ലേ? ഞങ്ങൾ അങ്ങ് കോൺഗ്രസിന് പണിയെടുക്കുന്നുണ്ട്. മറ്റ് വിമർശനങ്ങൾക്ക് സാധ്യതയില്ല എന്നാണ് അനിൽ ബോസ് പോയിന്റ്. ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരുന്നതിന് മുൻപേ ഇപ്പോ തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റ് പാലോട് രവി അദ്ദേഹത്തിന്റെ പദവിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. KPCC നേതൃത്വം അദ്ദേഹത്തിന്റെ രാജി അംഗീകരിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ നാം മനസ്സിലാക്കേണ്ടത് KPCC നേതൃത്വം പാലോട് രവിയോട് രാജിവെച്ചൊഴിയാൻ അടിയന്തരമായി നിർദ്ദേശിക്കുകയായിരുന്നു. അദ്ദേഹം KPCC നേതൃത്വത്തിന് രാജി സമർപ്പിക്കുകയും KPCC നേതൃത്വം അത് സ്വീകരിക്കുകയും ചെയ്തു. പാലോട് രവിയുമായി ഫോണിൽ സംസാരിച്ച ജലീലിനെയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് KPCC ഇപ്പോൾ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിലും UDF ജയിക്കാൻ കഴിയില്ലെന്നും LDF മൂന്നാമതും അധികാരത്തിൽ വരുമെന്നും ഈ പാർട്ടി എടുക്കാച്ചരക്കായി മൂലയ്ക്കൊതുങ്ങുമുള്ള അതിരുകവിഞ്ഞ വർത്തമാനം പാർട്ടി സഹപ്രവർത്തകരുമായി സംസാരിക്കവേ പറയുകയും അത് പുറത്തുവരികയും ചെയ്തത് കോൺഗ്രസിന് വലിയ അവമതിപ്പുണ്ടാക്കിയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ കോൺഗ്രസ് അക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നുവെന്നാണ് കാണേണ്ട കാര്യം. പാലോട് രവിയോട് തിരുവനന്തപുരം DCC പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഒഴിയാൻ KPCC നേതൃത്വം ആവശ്യപ്പെടുകയും അദ്ദേഹം വളരെ പെട്ടെന്ന് രാജിക്കത്ത് നൽകുകയും KPCC അത് അംഗീകരിക്കുകയുമാണ് ഉണ്ടായത്. അദ്ദേഹത്തോട് സംസാരിച്ച ജലീലിനെയും ഇപ്പോൾ പാർട്ടി പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഈ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പുറത്ത് വിട്ടതിന് കോൺഗ്രസ് ഈ കാര്യത്തിൽ വളരെ വേഗം നടപടി സ്വീകരിക്കുകയാണ്. ഇനി പാലോട് രവിയെ തലപ്പത്തിരുത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത് വിശ്വാസ്യതാ നഷ്ടം ഉണ്ടാക്കുമെന്നും പ്രവർത്തകർക്ക് കോൺഫിഡൻസ് ഇഷ്യൂ ഉണ്ടാക്കുമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പാർട്ടി വേഗത്തിൽ നടപടിയിലേക്ക് പോയിട്ടുള്ളത്. D സുരേഷ് കുമാർ കൂടി എന്നോടൊപ്പം ഈ ചർച്ചയിലുണ്ട്. സുരേഷ് കുമാർ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ തോൽപ്പിക്കാൻ പഴയതുപോലെയല്ല, അടിത്തട്ടിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് പാർട്ടി. പ്രത്യേകിച്ച് VD സതീശനെ പോലുള്ള നേതാക്കൾ എങ്ങനെ ഒരു മൈക്രോ ലെവൽ പ്രവർത്തന പദ്ധതി ഉണ്ടാക്കാമെന്നതിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം. ഇതിനു മുമ്പുള്ള ഈ ഉപതെരഞ്ഞെടുപ്പിൽ എടുത്താലൊക്കെയും എല്ലായിടത്തും പാർട്ടിക്ക് യൂണിറ്റും പ്രവർത്തകരും ഉണ്ടാക്കുക എന്ന് പറയുന്ന പണി വൃത്തിയായി ചെയ്തു പോന്നിട്ടുണ്ടെന്നാണ് നമ്മൾ കാണുന്ന കാര്യം. അതിനെ നിങ്ങൾ ഇത്തവണ ഭയപ്പെടുന്നുണ്ടോ? പഴയ ഒരു UDF അല്ല ഇത്തവണ മത്സരിക്കാൻ വരുന്നത്. അതുകൊണ്ട് വോട്ടർ പട്ടികയിലടക്കം ചില സംഗതികൾ ചെയ്തു കളയാം എന്ന വ്യാമോഹം പ്രവർത്തിക്കുന്നുണ്ടോ? ഇപ്പോൾ നോക്കൂ, BJPയും കോൺഗ്രസും എല്ലാവരും ഉന്നയിക്കുകയാണ് ഒരേപോലെ നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തക്കവണ്ണം ഈ വോട്ടർ പട്ടിക ആകെ കുഴപ്പത്തിൽ കിടക്കുകയാണെന്ന്. നോക്കൂ, ഇവിടെ ബഹുമാനപ്പെട്ട ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു തുടങ്ങുന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ചെന്നകപ്പെട്ടിരിക്കുന്ന അങ്ങേയറ്റം മൂല്യച്യുതിയെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യമേ പറഞ്ഞു തുടങ്ങിയിരുന്നു. കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിൻ്റെ ബൈറ്റ് തുടക്കത്തിൽ തന്നെ കാണിച്ചു. ഇതെല്ലാം കാണിക്കുന്നത്, അല്ലെങ്കിൽ പാലോട് രവി, തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, കേൾക്കുന്നുണ്ടോ? യെസ് കേൾക്കുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അദ്ദേഹം എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിലൂടെ സംപ്രേഷണം ചെയ്ത അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിലേക്ക്, ആ തിരഞ്ഞെടുപ്പിൽ അവരെത്തപ്പെടാൻ പോകുന്ന അവസ്ഥയെ സംബന്ധിച്ചാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇത് കഴിഞ്ഞ കുറച്ചു കാലമായി തലസ്ഥാന നഗരിയിലും കേരളത്തിലെമ്പാടും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി നിങ്ങൾ കരുതുന്നത് പോലെയല്ല. അതിൻ്റെ ഒരു ചെറിയ കണക്ക് പറയാൻ എന്നെ അനുവദിക്കണം. തിരുവനന്തപുരത്ത് 73 ഗ്രാമപഞ്ചായത്തുകളാണ്. വിരലിലെണ്ണാവുന്ന ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണ് കോൺഗ്രസ് ഭരിക്കുന്നത്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്. ആ 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒരേ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിലൂടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് കിട്ടിയിട്ടുള്ളത്. 4 മുനിസിപ്പാലിറ്റികളുണ്ട്. ഈ 4 മുനിസിപ്പാലിറ്റികളും ഐക്യജനാധിപത്യ മുന്നണി ബഹുദൂരം പിന്നിലാണ്. പിന്നെ കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും. അവിടെ കോൺഗ്രസിൻ്റെ സാന്നിധ്യം പോലും അവർക്ക്
ഇന്ന് കാണുന്ന രൂപത്തിൽ അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അങ്ങേയറ്റം നിരാശാജനകമായിട്ടുള്ള നിലയിലാണ് കോൺഗ്രസ് തിരുവനന്തപുരത്ത് നിൽക്കുന്നത്. ഇത് തന്നെയാണ് മറ്റു പല ജില്ലകളിലും പരിശോധിക്കുമ്പോൾ, ആഴത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ എന്താണ്, കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഐക്യജനാധിപത്യ മുന്നണിക്ക് അതിശക്തമായ വേരോട്ടമുള്ള പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും അതുപോലെ തന്നെ നിലമ്പൂരിലടക്കം അവരുടെ ഉറച്ച മണ്ഡലങ്ങളാണ്. അവിടെ ജയിക്കുമ്പോൾ പറഞ്ഞ കോൺഫിഡൻസ് അല്ലല്ലോ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിൽ നിന്നും പുറത്തു വരുന്നത്. അവിടെ ജയിച്ചപ്പോൾ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ എന്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കും ഐക്യജനാധിപത്യ മുന്നണിക്കും ഇല്ലാതെ പോയി. അവരില്ലാതെ പോയി എന്ന് പറയുമ്പോൾ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള അധപ്പതനം, അവർ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വികസന വിരോധപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഈ നാട്ടിൽ ഒന്നും നടക്കേണ്ട കേരളം ബഹുദൂരം പിന്നിലാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ നിലപാട്, ഇതൊക്കെ തന്നെയാണ് ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ അവരെ വരും ദിനങ്ങളിൽ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യധാരാ നിലകളിലേക്ക് നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെറുതെ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി വാചോടാപം പറഞ്ഞതുപോലല്ല, വളരെ കൃത്യമായിട്ടുള്ള ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് പടിപടിയായി അവരുടെ പ്രവർത്തനം കൃത്യമായി സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. 5 ലക്ഷം വീടുകളാണ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഈ കേരളത്തിൽ ഇതിനോടകം സാർത്ഥകമാക്കിയിട്ടുള്ളത്. അതിദരിദ്രം ഇല്ലാത്തൊരു കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ ഇടപെടൽ നടത്തി മുന്നോട്ട് പോവുകയാണ്. സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തി കേരളത്തിൽ ഒരു മാലിന്യ ഒരു കേന്ദ്രമാക്കി കേരളത്തെ മാറ്റാൻ ഇനി അനുവദിക്കില്ല എന്ന ഞാൻ പറയട്ടെ 21 മിനിറ്റ് UDFിന്റെ പ്രതിനിധി സംസാരിച്ചതാണ്. എന്നൊരു 5 മിനിറ്റ് പറയാൻ എന്നെ അനുവദിക്കണം. 5 മിനിറ്റ്. പൊതു ആരോഗ്യ രംഗം, പൊതുവിദ്യാഭ്യാസ രംഗം, ഇവയൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിട്ടുകിട്ടിയ മേഖലകളാണ്. അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് നമുക്ക് ജനങ്ങൾ കൺതുറന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിൽ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികൾ നേതൃത്വം നൽകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. കൃഷിയിലും ചെറുകിട വ്യവസായത്തിലും അതുപോലെ തന്നെ സംരംഭകരെ സഹായിക്കുന്ന കാര്യത്തിലുമൊക്കെ വളരെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം, ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു 1-2 കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കൂടെ എന്നെ അനുവദിക്കണം. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു പെയ്ഡ് സർവൻസ് എന്ന്. ഒരു ഇത്ര നടക്കുന്ന ഒരു മീഡിയ വണ്ണിൻ്റെ പ്ലാറ്റ്ഫോം പോലെ നടക്കുന്ന ഒരു ചർച്ചയ്ക്കകത്ത് ഇത്രയും നിരുത്തരവാദപരമായി, ഇത്രയും അലക്ഷ്യമായി വന്നിരുന്ന് ഈ വാചകങ്ങൾ പറയാൻ ഈ കോൺഗ്രസ്സുകാരെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. മുണ്ടക്കൈ ചൂരൽമല അവിടെ നടന്നിട്ടുള്ള ആ ദുരിതാശ്വാസത്തിന് വേണ്ടി പിരിച്ച പണം യൂത്ത് കോൺഗ്രസ്സുകാർ ഇന്നും അത് എവിടെയാണെന്നുള്ളതിനെ ചൊല്ലി തമ്മിലടിക്കുകയാണ്. ഈ കേരളം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവതാരകൻ തന്നെ സൂചിപ്പിച്ചതല്ലോ, ആങ്കർ തന്നെ സൂചിപ്പിച്ചല്ലോ, DYFI പ്രവർത്തകർ കൊത്തപ്പണി ചെയ്ത് ആക്രി പെറുക്കി, പത്രക്കെട്ടുകൾ പെറുക്കി, അതുപോലെ തന്നെ ചലഞ്ചുകൾ വെച്ചുകൊണ്ട്, ഭക്ഷണ ചലഞ്ചുകൾ വെച്ചുകൊണ്ട് അവർ സ്വരൂപിച്ച പണം മുഴുവനും, ആ പ്രിയപ്പെട്ട സഖാക്കൾ ഈ കേരളത്തിന് വേണ്ടി സ്വരൂപിച്ച പണം മുഴുവനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങളുടെ യുവജന സംഘടന ചെയ്തത് പിരിച്ച പണം എങ്ങനെയൊക്കെ കക്കുക, മുക്കുക, നക്കുക എന്നുള്ള രൂപത്തിൽ അതിനെ അപഹരിച്ചെടുത്തിട്ട് തമ്മിലടിക്കുകയല്ലേ നിരത്തിൽ കിടന്ന്. ഇതല്ലേ കോൺഗ്രസിൻ്റെ മുഖം? നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള CM സ്റ്റീഫൻ കൊല്ലം DCC പ്രസിഡന്റായിരുന്നു, കേന്ദ്ര വാർത്താ വിനിമയ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് സ്മാരകം പണിയുന്നതിന് വേണ്ടി സ്വരൂപിച്ച പണത്തെ ചൊല്ലി തമ്മിലടിച്ച് തുടങ്ങിയതാണ് നിങ്ങളുടെ പാരമ്പര്യം. ഇപ്പോൾ കരുണാകരൻ, ബഹുമാന്യനായ ശ്രീ കരുണാകരൻ്റെ സ്മാരകത്തിൻ്റെ പണി പൂർത്തിയാക്കണമെന്ന് മുരളീധരന് അനുസ്മരണ സമ്മേളനത്തിൽ ഞാൻ ചോദിക്കുന്ന കാര്യം, ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രശ്നം UDFും BJPയും ഒക്കെ ഉന്നയിക്കുകയാണ്. നാട് വിട്ടുപോയവരും മരിച്ചവരും ഒക്കെ ഉള്ള ഒരു വോട്ടർ പട്ടികയാണ്, ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പരാതിയൊന്നുമില്ലേ? ഈ വോട്ടർ പട്ടികയെ കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നത് പെർഫെക്റ്റ് ആണെന്നാണോ? വോട്ടർ പട്ടിക ഒരു പ്രോസസ്സായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ട് ചേർക്കലും അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവരുടെയും സ്ഥലത്തില്ലാത്തവരുടെയും വോട്ട് മാറ്റലും, ഇത് രണ്ടും ഒരു പ്രോസസ്സായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ എന്തിനാണ് ഈ ക്യാപ്സൂൾ പറയുന്നത്? അത് വരാൻ പോകുന്ന പരാജയത്തിൻ്റെ ആ ഒരു ഗൗരവത്തെ കുറയ്ക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ പരാജയ ഭീതിയിൽ നിന്നും
ഉരുത്തിരിയുന്ന ക്യാപ്സ്യൂളാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് പോലും ഇത്തരം ക്യാപ്സ്യൂളുകൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഐക്യജനാധിപത്യ മുന്നണി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അവരുടെ സഹരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യച്യുതി എന്നുള്ളത് നാം ഈ അവസരത്തിൽ കാണേണ്ടതായിട്ടുണ്ട്. ഇതാണ് അവർ അകപ്പെട്ടിരിക്കുന്ന സ്ഥിതി. ഇവിടെ അവർ ജയിക്കുമ്പോൾ കൃത്യമായ വോട്ടർ പട്ടിക, വളരെ കൃത്യമായിട്ടുള്ള അവരുടെ സംഘടനാ പ്രവർത്തനം, അവരുടെ സംഘടനാ ശക്തി, ഇതിന്റെ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും വാചാലമായി സംസാരിക്കാൻ അവർക്ക് അവർക്ക് പരാജയ ഭീതിയാണെന്ന് നിങ്ങൾ പറയുന്നു. എന്റെ ചോദ്യം, നിങ്ങൾക്ക് വോട്ടർ പട്ടികയെ കുറിച്ച് കൺസേൺ ഉണ്ടോ, നിങ്ങൾക്ക് പരാതികൾ ഉണ്ടോ എന്നുള്ളതാണ്. ബാക്കി രണ്ടുപേർക്കും ഉണ്ട്. ഞങ്ങളുടെ വോട്ടർ പട്ടികയെ സംബന്ധിച്ച് വോട്ടർ പട്ടിക ഇന്നലെയാണ് ഞങ്ങളുടെ പ്രവർത്തകരുടെ കൈകളിലേക്ക് വന്നിട്ടുള്ളത്. ആ വോട്ടർ പട്ടിക വളരെ വിശദമായി പരിശോധിച്ച് വോട്ടർ പട്ടികയ്ക്കകത്ത് മരണപ്പെട്ടവരുടെയും സ്ഥലത്തില്ലാത്തവരുടെയും പേരുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള കൃത്യമായ പ്രവർത്തനം. ഞാൻ പോലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആ തരത്തിലൊരു കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ട് ആ കമ്മിറ്റിയിൽ നിന്ന് പകുതി വഴിയിലാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വളരെ കൃത്യതയോടുകൂടി സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഇതൊരു പ്രശ്നമേ അല്ല. ഇവിടെ പെയ്ഡ് സർവൻസിനെ ഇതിനു വേണ്ടി വിനിയോഗിച്ചിരിക്കുന്നു എന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി കുറ്റം ആരോപിക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, സ്വയം വിമർശനപരമായി അദ്ദേഹം ചിന്തിക്കേണ്ടത്, പ്രാദേശിക തലത്തിൽ സംഘടനാ പ്രവർത്തനം നടത്താൻ, ഈ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു കോൺഗ്രസ്സുകാരൻ ഇന്ന് ബൂത്ത് തലത്തിൽ അവശേഷിക്കുന്നില്ല എന്ന സത്യം. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പണ്ട് നിങ്ങൾ സമയത്ത് എടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ എസ് സജീവൻ മാധ്യമപ്രവർത്തനങ്ങളൊപ്പം. സജീവൻ, ഞാൻ കുറച്ച് വൈകിപ്പോയി. സജീവൻ, നോക്കൂ, ഇതിനകത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച്, UDF മുസ്ലിം ലീഗിന്റെ കാര്യം കുറച്ചുകൂടി വിഭിന്നമായിരിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ഈ ബൈ ഇലക്ഷൻസിലെ വിജയം, ലോക്സഭയിലെ വിജയമൊക്കെ ഉണ്ട്. പക്ഷേ അവർ പ്രാദേശിക തലത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് ടഫാണ് കാര്യങ്ങൾ എന്നതിലേക്കാണോ ഈ പറയുന്ന നേതാക്കളുടെയൊക്കെ പ്രതികരണം സൂചിപ്പിക്കുന്നത്? അതോ ഈ കാലത്ത് പ്രത്യേകിച്ച് VD സതീശൻ്റെ ലീഡർഷിപ്പിൽ കോൺഗ്രസ് ആ പ്രശ്നത്തെ മറികടന്നിട്ടുണ്ടോ? നമ്മൾ ഈ സതീശൻ്റെ പ്രതികരണം ഉൾപ്പെടെയുള്ളതിൻ്റെ കാര്യം നോക്കാം. സതീശൻ പറഞ്ഞിട്ടുള്ളത് വോട്ടർ പട്ടികയുടെ പ്രശ്നമാണ്. വോട്ടർ പട്ടികയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ പേര് ചേർക്കാനും പേര് ഒഴിവാക്കാനും അതിനുള്ള അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മുന്നണികളും ചെയ്യേണ്ടത്. അത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ചോദ്യം ആണ് ആദ്യം. നമ്മൾ കുറ്റം പറയല്ലോ, കിട്ടുന്ന അവസരത്തിൽ CPM, അനിൽ ബോസോട് പറഞ്ഞ പോലെയും സതീശൻ പറഞ്ഞ പോലെയൊക്കെ CPM-ൻ്റെ പ്രവർത്തകർ അനാവശ്യമായിട്ട് കുറേ ആളുകളുടെ പേര് ചേർത്തിരിക്കുന്നു, മരിച്ചുപോയ ആളുകളുടെ പേര് ഉൾപ്പെടെ അതിലുണ്ട്. ഇതൊക്കെ നമ്മൾ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ CPM-ൻ്റെ പ്രതിനിധിയായിട്ടുള്ള സുരേഷ് പറഞ്ഞല്ലോ, ഞങ്ങളതിൽ ഓരോന്നും വെട്ടേണ്ടത് വെട്ടുകയും കൂട്ടിച്ചേർക്കുകയും ശ്രമിക്കുന്ന തിരക്കിലാണ് എന്ന് പറയുന്ന ആ ഒരു കാര്യം അത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് അനിൽ ബോസ് ഇപ്പോൾ താങ്കളോട് ചോദിച്ച ചോദ്യം, താങ്കൾ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡൻ്റാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയാമല്ലോ. ഏതൊക്കെ പാർട്ടികൾ, ഏതൊക്കെ മുന്നണികൾ, ഏതൊക്കെ രൂപത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി 3 മാസം മാത്രമാണുള്ളത്. പ്രവർത്തിച്ചിട്ട് ഇനിയിപ്പോൾ വോട്ടാക്കി മാറ്റാനുള്ള സമയം 3 മാസമാണ്. ഇതിനിടയിൽ ഞാൻ CPM-ൻ്റെ പ്രവർത്തനങ്ങളോ LDF-ൻ്റെ പ്രവർത്തനങ്ങളോ മാറ്റിവെച്ചുകൊണ്ട് BJP-യുടെ കാര്യം പറയാം. കോൺഗ്രസുമായിട്ട് താരതമ്യപ്പെടുത്താൻ കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം BJP-ക്കാർ അരിച്ചു പെറുക്കുകയാണ്. അവർ തോറ്റ സ്ഥലങ്ങളിലൊക്കെ, ഇപ്പോൾ എനിക്കറിയാം, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് പോലും, അവിടെയുള്ള വാർഡിൽ പോലും അവർ ഓരോ സ്ഥലത്തും പോയിട്ട് സ്കൂളുകളിൽ എന്തെല്ലാമാണ് കുഴപ്പങ്ങൾ, ഓരോ സ്ഥലത്തെയും കുഴപ്പങ്ങൾ അക്കമിട്ട് അവർ പെറുക്കിയെടുക്കുകയാണ്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സോഷ്യൽ മീഡിയയുടെ സഹായത്തുള്ള ശ്രമങ്ങളും അവിടെ നടത്തുന്നുണ്ട്. ഇതൊരിക്കൽ പോലും കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാവുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ നമ്മൾ ഈ ചർച്ചയ്ക്ക് നിദാനമായിട്ടുള്ള പാലോട് രവിയുടെ സംസാരമാണല്ലോ. പാലോട് രവി ആ കോൺഗ്രസിലെ ഒരു പ്രവർത്തകനുമായി നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണം അത് മൂന്നാമതൊരാൾ കേൾക്കില്ല. വീഡിയോ കോൺഫറൻസോ അല്ലെങ്കിൽ അതേപോലുള്ള രീതിയിലുള്ള പല ആളുകൾക്കായിട്ടുള്ള കോൺഫറൻസ് സൗകര്യമല്ലല്ലോ. ഈ 2 പേര് തമ്മിൽ നടത്തിയിട്ടുള്ള ഈ ഫോൺ സംഭാഷണം അത് ആ പാർട്ടിക്കകത്തോ അല്ലെങ്കിൽ അതിന് പുറത്തേക്ക് പോകാത്ത രൂപത്തിലോ ആണെങ്കിൽ നമ്മൾ ഈ ചർച്ച നടത്തില്ല. ഇതിൻ്റെ പ്രശ്നം പാലോട് രവി രാജിവെച്ചുകൊണ്ടോ ഇത് അദ്ദേഹവുമായി സംസാരിച്ച പ്രവർത്തകനെ പുറത്താക്കിയതുകൊണ്ടോ കാര്യമില്ലല്ലോ. ഇത് പുറത്തേക്ക് വന്നിട്ടുണ്ടാക്കിയ ഡാമേജ് അതാണ് കോൺഗ്രസ് നോക്കേണ്ടത്. ഇവിടെ തന്നെ നേരത്തെ മുരളീധരൻ, പഴയ KPC പ്രസിഡന്റ്, അദ്ദേഹം കുറച്ചു കാലം മുമ്പ് പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതാണ് സാധാരണ പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പ്, അവരുടെ വിജയത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞ മുരളീധരൻ കഴിഞ്ഞ ദിവസം ഇതാ കോൺഗ്രസിനകത്താകെ അടിയാണ്, പ്രശ്നമാണ് എന്ന് വരുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നടത്തി. അവിടെ തിരുവനന്തപുരത്തെ MP, ആ MP-ക്ക് അവിടെ ഏത് സ്ഥലത്തും പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ടല്ലോ.
അദ്ദേഹം അങ്ങനെയുള്ള MP അവിടെ പ്രവർത്തിക്കേണ്ട ശശി തരൂർ എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ശശി തരൂരിനെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയുമ്പോൾ അവിടുത്തെ MP-ക്കെതിരെയാണ് പറയുന്നത്. ഇത് ഈ സമയത്ത് 3 മാസം മാത്രം മുമ്പിലുള്ളപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളാണോ നടത്തേണ്ടത്? അതിന് പകരം ഈ കിട്ടിയ വോട്ടർ പട്ടിക ഇതിപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, സുരേഷ് പറഞ്ഞില്ലേ, ഞങ്ങൾ അതിൻ്റെ പിന്നാലെയാണ് എന്ന് പറയുമ്പോൾ ഇതേ രീതിയിൽ തന്നെ ആവേശത്തോടു കൂടിയിട്ടാണ് BJP-ക്കാരുള്ളത്. അവർ ഈ വോട്ടർ പട്ടിക അരിച്ചു പെറുക്കുകയാണ്. അതിനിടെ ആ ശ്രമമാണിപ്പോൾ നടത്തേണ്ടത്. അല്ലാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും പാർട്ടിയിൽ നിന്ന് രാജിവെപ്പിക്കാനും ഒക്കെയുള്ള ശ്രമം നടത്തുമ്പോൾ ഇതിനകത്ത് എന്തോ ചീഞ്ഞു നാറുന്നുള്ള പ്രശ്നം വരും. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് കുറേ കൂടി താങ്കൾ തന്നെ ഇപ്പോൾ എന്നുള്ള ചോദ്യം ചോദിക്കാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ലീഗിൻ്റെ കാര്യം വ്യത്യസ്തമാകാം. ശരിയാണ്, ലീഗ് ഇതേപോലെ ഞങ്ങളൊക്കെ ഈ ഏതെങ്കിലും പാർട്ടിയുടെ മണ്ഡലം പ്രസിഡൻറ്റോ അല്ലെങ്കിൽ കമ്മിറ്റി അംഗം ആയിട്ടല്ലല്ലോ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളപ്പോൾ നിഷാദാണെങ്കിൽ ഞാനാണെങ്കിലും ഒക്കെ സൂക്ഷ്മമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മൾ താല്പര്യമുള്ള വിഷയമായതുകൊണ്ട് ലീഗ് ഇതേപോലെ വളരെ കൃത്യമായ രൂപത്തിൽ അവരുടെ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. BJP നടത്തുന്നുണ്ട്, CPIM നടത്തുന്നുണ്ട്. ഇങ്ങനെ ഈ പാർട്ടികളൊക്കെ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ തരത്തിലൊന്നും ഉണ്ടാവുന്നില്ല. നേരത്തെ പറഞ്ഞ ഈ എന്താണ് ചോറിൻ്റെ പൊതി കൊടുക്കുന്നത്, ഈ പൊതിച്ചോറ് കൊടുക്കുക എന്ന് പറയുന്നത് അവരതിലൂടെ വെറും ചോറ് കൊടുക്കൽ മാത്രമല്ല, അവർ ഈ ഓരോ വീടുകളുമായിട്ടുള്ള സമ്പർക്കം എന്നുള്ള രീതി നമുക്കൊക്കെ അറിയാവുന്ന പോലെയല്ലേ. വീട്ടിലൊക്കെ വന്നിട്ട് അവർ അതിനിടയിൽ കിട്ടുന്ന 5 മിനിറ്റ് വീട്ടുകാരുമായിട്ട് സംസാരിക്കുന്നു. ഇതാണ് പ്രശ്നം. അവസാന ഘട്ടത്തിൽ ഈ നെഗറ്റീവ് വോട്ട് കിട്ടുമെന്ന രീതിയിൽ ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് വോട്ടാക്കി മാറ്റാമെന്ന രീതിയിൽ മാത്രം നോക്കിയാൽ, ഞാൻ കോൺഗ്രസിനോട് വിരോധമുണ്ടായിട്ട് പറയുന്നതല്ല, അത് കോൺഗ്രസ്സിന് വളരെ അപകടം ചെയ്യും. പാലോട് രവിയുടെ വാക്കുകൾ ഞാൻ അത് പുറത്ത് വരേണ്ടിയിരുന്ന എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പറയാം. പാലോട് രവിയുടെ വാക്കുകളിൽ ആ വ്യഥയുണ്ട്. അത് കോൺഗ്രസ്സുകാർ കൃത്യമായിട്ടും മനസ്സിലാക്കുക. അദ്ദേഹത്തെ രാജിവെപ്പിക്കുന്നതിന് മുമ്പേ ഈ പറഞ്ഞ് ശരിയാണ്, നമ്മൾ ഒരു പ്രവർത്തനവുമില്ലാതെ ഇങ്ങനെ പോയാൽ 3-ാം സ്ഥാനത്തിരിക്കും, അവസാനം കുറ്റിയേറ്റ് പോകുമെന്ന് പാലോട് രവി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാണ് കോൺഗ്രസ്സുകാർ ശ്രമിക്കേണ്ടത്. അല്ലാതെ വോട്ടർ പട്ടിക കുറ്റം പറഞ്ഞിരിക്കുകയല്ലേ വേണ്ടത്. ശരി. അല്ല സജീവൻ, ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിൻ്റെയും ലെഫ്റ്റിൻ്റെയും ഒക്കെ പ്രവർത്തന ശൈലിയും സംസ്കാരവും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. നമ്മൾ രണ്ടിനെ ഒരേ തട്ടിൽ ചേർത്ത് വയ്ക്കുക സാധ്യമല്ല. നമുക്ക് കേരളത്തിലെ കാര്യം അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതിന് എങ്ങനെയാണ് അനിൽ ബോസ് എടുത്തതെന്ന് സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ ഒരു വിചാരം 5 വർഷം കൂടുമ്പോൾ കേരളത്തിൽ ഭരണം മാറിക്കൊണ്ടേയിരിക്കും, അതിന് അധികമായി പണിയെടുക്കേണ്ടതില്ല, എടുക്കണമെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ എടുത്തോളും, നേതാവ് എടുത്തോളും എന്നാണ്. പക്ഷേ ഇവിടെ 10 വർഷമായിട്ട് അധികാരത്തിന് പുറത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പണിയെടുക്കാതെ, പ്രൊഫഷണൽ സമീപനമില്ലാതെ, താഴെ തട്ട് ഇളക്കാതെ അധികാരത്തിലേക്ക് തിരിച്ചു വരിക എളുപ്പമല്ല. കാരണം അപ്പുറത്ത് വലിയ പണി പലതരത്തിൽ CPM എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, നമ്മൾ കാണുന്നുണ്ട്, പലതരത്തിലാണ്. അപ്പോൾ അതിനകത്തേക്ക് പുതിയ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചില അത്യാവശ്യങ്ങളിലേക്ക്, അത്യാവശ്യ പ്രവർത്തന ശൈലിയിലേക്ക് സെറ്റാവാൻ കോൺഗ്രസിന് സംസ്കാരപരമായി പറ്റാത്തതിൻ്റെ ഒരു പ്രതിസന്ധി കിടക്കുകയാണോ സത്യത്തിൽ ആ പാർട്ടി? അല്ല, നാളെ മുതൽ നമുക്ക് കേഡറായി കളയാം, നാളെ മുതൽ താഴെത്തട്ടിൽ പ്രവർത്തിച്ച് കളയാമെന്ന് വെച്ചാൽ കോൺഗ്രസിന് അങ്ങനെ ഒരു ചേഞ്ച് ഷിഫ്റ്റ് ഈസിയാണോ? അല്ല, അത് വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ആണല്ലോ സുധാകരൻ, പണ്ട് KPC പ്രസിഡൻ്റായിരുന്ന സുധാകരൻ പറഞ്ഞത്. അദ്ദേഹം പ്രസിഡൻ്റായ സമയത്ത് സെമി കേഡർ എന്ന് പറയുന്നത് CPM-നെ പോലെ കേഡറായിട്ട് പ്രവർത്തിക്കാനൊന്നും പറ്റില്ല. സെമി കേഡർ എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നത് കുറച്ചുകൂടി ആവേശത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൃത്യമായിട്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പെയ്ഡ് എന്ന് പറഞ്ഞാൽ ആ രീതിയിലെങ്കിലും കുറച്ച് കാശ് അങ്ങനെ പ്രവർത്തിക്കുന്ന ഫുൾ ടൈമർക്ക് കാശ് കൊടുക്കേണ്ടി വരും. അങ്ങനെ അവന് ഈ യാത്രയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ജീവിക്കാനുള്ള കാശിനേക്കാൾ കൂടുതൽ അവൻ്റെ ഈ പ്രവർത്തനത്തിനുള്ള കാശാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നപ്പോൾ എങ്ങനെ, ഇപ്പോൾ സുധാകരനോട് ചോദിച്ചാൽ അദ്ദേഹം കൃത്യം പറയും. അദ്ദേഹം ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് പരാജയപ്പെട്ടത് എങ്ങനെയാണ്. ഇതിനന്ന് എല്ലാവരും അംഗീകരിച്ചിരുന്നു. നമ്മളൊക്കെ ഇത് നടക്കുമോ എന്നുള്ള ഇപ്പോൾ നമുക്കറിയാം, നമ്മളെന്നെ നിഷാദ് ഉൾപ്പെടെയുള്ള ഇതിൽ ഞാനുൾപ്പെടെ അതൊരു ആശങ്കപ്പെട്ടു. അങ്ങനെ ഈ കോൺഗ്രസ്സുകാർക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അന്ന് സംസാരിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും പറഞ്ഞ് ഞങ്ങൾ നടപ്പാക്കും, ഞങ്ങളുടെ ഒരു പുതിയ ഒരു അധ്യായം തുറക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ആ സെമി കേഡറായിട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് സംഭവിച്ചില്ല? സെമി കേഡറായിട്ട് പോയിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ പോലെയല്ല, കുറേ കൂടി സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുമായിരുന്നു. വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കുക എന്ന് പറയുന്നത് ആണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യം. കോൺഗ്രസ്സോ അല്ലെങ്കിൽ UDF പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം, ആദ്യത്തെ കാരണങ്ങളിലൊന്ന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൽ അവർക്ക് വലിയ വീഴ്ച ഉണ്ടാവുന്നു. CPM വളരെ കൃത്യമായിട്ട് നടപ്പാക്കുന്നുണ്ട്, ശരിയായ രൂപത്തിലോ അല്ലാത്ത രൂപത്തിലൊക്കെ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അത് ചെയ്യിക്കുക എന്ന് പറയുന്നത് വേണ്ടത്. രണ്ടാമത്തേത് ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലണം.
അനിൽ ബോസിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, രാഷ്ട്രീയമല്ല തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലെ വിഷയം കാര്യം. അവിടെ ജനസമ്പർക്കമാണ്. ജനസമ്പർക്കമുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരെങ്കിൽ ജനസമ്പർക്കം എന്ന് പറഞ്ഞ സാധനം നടക്കണമല്ലോ. അത് ഇത്രയും ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ് വരാൻ തൊട്ടടുത്തെത്തി. ഇതിനിടയിൽ ജനസമ്പർക്കത്തിനായിട്ട് താഴെ തട്ടിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടന്നു. ഞങ്ങൾ മീറ്റിംഗ് വിളിക്കുന്നുണ്ട്, ഞങ്ങൾ കുടുംബയോഗം വയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതല്ലാത്ത തങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ഒരു കണക്ട് ഉണ്ടാക്കുന്നതിൽ കോൺഗ്രസിന് എന്തുമാത്രം ഈ ഘട്ടത്തിൽ വിജയിക്കാൻ കഴിഞ്ഞുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് എന്നാണ്. ഞാനൊരു ബ്രേക്ക് എടുത്ത് തിരികെ വരാം അനിൽ ബോസിന്റെ മറുപടിയിലേക്ക് വളരെ പെട്ടെന്ന്. ചർച്ചയിലേക്ക് വീണ്ടും അതിനു മുമ്പ് ഇപ്പോൾ സംഭവിച്ച വാർത്തയുടെ ഒരു വിശദാംശത്തിലേക്ക് KR സാജു തിരുവനന്തപുരത്തിനോടൊപ്പം ചേരുന്നു. സാജു, പാലോട് രവി രാജിവെച്ചിരിക്കുന്നു. KPCC നേതൃത്വം അത് അംഗീകരിക്കുകയും ചെയ്തു. രാജി ചോദിച്ചു വാങ്ങിയതാണോ? പാലോട് രവിയും വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി A ജലീലും തമ്മിലുള്ള സംഭാഷണം പുറത്തു വന്നത് KPCC നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഇതിനു പിന്നാലെ തന്നെ നടപടിയെടുക്കുമെന്ന് KPCC അധ്യക്ഷൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നു. പിന്നാലെ രാജി ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് പാലോട് രവിയോട്. രാജിവെച്ചില്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പ് നൽകി. ഇതോടുകൂടി രാജിക്കത്ത് KPCC നേതൃത്വത്തിന് പാലോട് രവി അയച്ചു. അത് അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എടുത്തു. പകരം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. പാലോട് രവിയുമായി സംസാരിച്ച A ജലീലിനെയും ആ സംഭാഷണത്തിലുള്ള ജലീലിനെതിരെയും നടപടിയെടുത്തിട്ടുണ്ട്. ജലീലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. നിഷാദ്. ശരി സാജു, താങ്ക് യു. പാലോട് രവിയോട് രാജിവെക്കൂ അല്ലെങ്കിൽ നടപടിയെടുക്കുമെന്നാണ് KPCC നേതൃത്വം വ്യക്തമാക്കിയത്. പിന്നാലെ അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു ഈ DCC പ്രസിഡന്റ് പദവിയിൽ എന്നാണ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ചർച്ചയിലേക്ക് വീണ്ടും അനിൽ ബോസ്, ഇപ്പോൾ ഈ നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ആരോപണം. അതിനകത്ത് നിലവിലില്ലാത്ത പല ആളുകളുടെയും പേരുകൾ വന്നിരിക്കുന്നു, മരിച്ചുപോയവരുടെ പേര് വന്നിരിക്കുന്നു, നാടുവിട്ടവരുടെ പേര് വന്നിരിക്കുന്നു. അവയെല്ലാം CPIM കള്ളവോട്ട് ചെയ്യാനെന്നുള്ള ആക്ഷേപത്തിൻ്റെ സ്വഭാവത്തിലാണ് ഈ പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വോട്ടർ പട്ടികയുടെ ഫൈനലൈസിങ്ങിന് മുമ്പായി എല്ലാ പാർട്ടികൾക്കും പ്രാദേശിക തലത്തിൽ ഇടപെടാൻ ഉള്ള സാധ്യത ഉണ്ടായിരിക്കെ നിങ്ങൾക്ക് അതിനൊന്നും ശ്രദ്ധയുമില്ല, ആളും ഉണ്ടായിപ്പോയില്ല. അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം നിങ്ങൾ CPM സർക്കാരിന് മേൽ കെട്ടിവെക്കുകയാണെന്നാണ് ഒരു ആക്ഷേപം. വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു സൂക്ഷ്മ പരിശോധനയും ഇടപെടലും വേണ്ടതെന്നാണ് മാധ്യമപ്രവർത്തനായ സജീവനും ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ്. പ്രാദേശിക തലത്തിൽ ഉണ്ടാക്കുന്ന ജനബന്ധത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പട്ടികയുടെ കാര്യത്തിൽ മണ്ഡലപ്രതിനിധിയുടെ കാര്യത്തിൽ എല്ലായിടത്തും നിങ്ങൾക്കൊരു കണ്ണുണ്ടോ, ജാഗ്രതയുള്ള കണ്ണ് എന്ന ചോദ്യത്തിന് കുറച്ച് നിരാശപ്പെട്ട ഉത്തരവാണോ ഉള്ളത് ശ്രീ അനിൽ ബോസ്? ഈ പൊട്ടനാട്ടം കാണുന്നത് പോലെ അല്ലെങ്കിൽ അന്ധൻ ആനയെ കണ്ടതുപോലെ ചർച്ച വന്നിട്ട് വർത്തമാനം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. കോൺഗ്രസ് പാർട്ടി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൽ പുറകിലാണ്. പുതുപ്പള്ളിയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്ത രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഞാൻ ചലഞ്ച് ചെയ്യുന്നു. നിങ്ങൾ ബെറ്റ് വെക്കാൻ തയ്യാറുണ്ട്? നിഷാദിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ആരാണ് പുതുപ്പള്ളിയിൽ ഏറ്റവും കൂടുതൽ ബൈ ഇലക്ഷൻ വോട്ട് ചേർത്ത രാഷ്ട്രീയ പാർട്ടി? തൃക്കാക്കരയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്ത രാഷ്ട്രീയ പാർട്ടി ഏതാ? പാലക്കാട് ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്ത രാഷ്ട്രീയ പാർട്ടി ഏതാ? നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്ത രാഷ്ട്രീയ പാർട്ടി ഏതാ? ദയവായി ഇടപെടരുത്, ഞാൻ പറഞ്ഞു തീർന്നിട്ട് നിങ്ങൾ ആർക്ക് വേണേൽ സമയം കൊടുത്തു. അപ്പോൾ ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതിൽ ഒന്നാമത്തെ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ പണിയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ യഥാർത്ഥ വിഷയം എന്താ? 23-ാം തീയതിയാണ് വോട്ടർ പട്ടിക പുറത്തു വരുന്നത്, ആണല്ലോ. 24 കഴിഞ്ഞ് ഇന്ന് 2 ദിവസമാണ്. ഈ 2 ദിവസത്തിനകം വോട്ടർ പട്ടിക നോക്കുമ്പോൾ 2025 ജനുവരി 6 നടന്നിട്ടുള്ള സമ്മറി റിവിഷന് ശേഷമുള്ള വോട്ടർ പട്ടികയിൽ ഒറ്റയടിക്ക് 11 ലക്ഷം പേരുടെ വോട്ട് കുറവുണ്ട്. ഞങ്ങൾ പിന്നെ വോട്ടർ പട്ടിക പരിശോധിക്കാഞ്ഞിട്ടാണോ ഈ 11 ലക്ഷം കുറവ് ഞങ്ങൾ കണ്ടെത്തിയത്? അതിൽ എത്ര ലക്ഷം പുരുഷന്മാർ, എത്ര ലക്ഷം വനിതകൾ ഞങ്ങളത് കണ്ടെത്തിയിരിക്കുന്നു. എത്ര ട്രാൻസ്ജെൻഡർ, അതിൽ എത്ര കുറവ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഞങ്ങൾ ഈ 2 ദിവസം കൊണ്ട് ഇത്രയും കൃത്യമായ കണക്കുകൾ എടുത്തത് കൊണ്ടാണ് വോട്ടർ പട്ടികയിൽ തിരിമറി ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. വോട്ടർ പട്ടിക പരിശോധിക്കാഞ്ഞിട്ടാണോ? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണോ കേരളത്തിലെ മുഴുവൻ ബൂത്തിലും പോയിരുന്ന് വോട്ടർ പട്ടിക പരിശോധിക്കുന്നത്? കേരളത്തിലെ മുഴുവൻ വാർഡിലും പോയി മുഴുവൻ പഞ്ചായത്തിലും പോയി വോട്ടർ പട്ടിക പരിശോധിക്കുന്നത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണോ? ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോൺഗ്രസ് പ്രവർത്തകർ കൃത്യമായി പരിശോധിച്ചത് കൊണ്ടാണ് ഈ 11 ലക്ഷത്തിൻ്റെ കുറവ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. എന്താ മാർക്കറ്റ് പാർട്ടിക്ക് വിയോജിപ്പില്ലാത്തത്? 11 ലക്ഷം വോട്ടർമാർ കുറഞ്ഞിട്ട് എന്തുകൊണ്ട് CPM പരാതിയില്ല? നിഷാദ് ചോദിച്ചോ? 11 ലക്ഷം വോട്ടർമാർ കുറഞ്ഞിട്ട് എന്തുകൊണ്ട് CPM പരാതിയില്ല? അവിടെയാണ് ഞങ്ങളുടെ പരാതിയുടെ പ്രസക്തി. അത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കണ്ടേ? ആകെ 14 ദിവസമാണ് 23-ന് ശേഷം
വോട്ട് ചേർക്കാനുള്ളത് ഓഗസ്റ്റ് 7 വരെയാണ്, 14 ദിവസം. ഈ 11 ലക്ഷം വോട്ടർമാരെ ഞങ്ങൾ ചേർക്കണം. ഓൺലൈനിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഈ പറയുന്ന പർട്ടിക്കുലർ ഡേറ്റിൽ പഞ്ചായത്തുകളിൽ ആളെ എത്തിക്കണം. പല ആളുകളും പല സ്ഥലത്തായിരിക്കും, പഠിക്കാൻ പോയിട്ടുള്ളവരുണ്ടാകും, ജോലിക്ക് പോയിട്ടുണ്ടാകും. ഇത് ചെറിയ ടാസ്ക് അല്ല. അപ്പം സ്വാഭാവികമായിട്ടും പർപ്പസ്ഫുള്ളായി 11 ലക്ഷം പേരെ ഒരു വോട്ടർ പട്ടികയിൽ നിന്ന്, അതും നമ്മൾ കാണണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക നോക്കിയാലും ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക നോക്കിയാലും വരുന്ന വ്യാപകമായ വ്യതിയാനത്തെ നിങ്ങൾ പോസിറ്റീവ് ആസ്പെക്റ്റിൽ കാണുക. ആ തിരിമറി നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഞങ്ങളുടെ പരാജയ ഭീതി കൊണ്ടാണ്. ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞങ്ങളെക്കാൾ കൂടുതൽ LDF ആണ് ജയിച്ചിട്ടുള്ളത്. ഇന്നല്ല, ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും എപ്പോഴും. അതിന് ഞങ്ങളുടെ ദൗർബല്യമുണ്ട് അതിൻ്റെ അകത്ത്. ഞങ്ങളുടെ പാർട്ടിക്ക് പ്രവർത്തകർ വോട്ട് ചെയ്യാനില്ലാഞ്ഞിട്ടല്ല, പലയിടങ്ങളിലും മുന്നണിയിൽ തന്നെയുള്ള ആളുകൾ സൗഹൃദ മത്സരം നടത്തിയിട്ടുണ്ട്. ഒരു പാർട്ടിയിൽ തന്നെ ആളുകൾ വിമതരായും സൗഹൃദമായും മത്സരിച്ച ചരിത്രമുണ്ട്. പ്രാദേശികമായി വരുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ ഒന്നിലധികം നേതാക്കളുള്ള ഒരു പാർട്ടിയിൽ ചിലപ്പോൾ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റാത്ത സന്ദർഭമുണ്ട്. ഞങ്ങൾ കേഡർ പാർട്ടിയല്ല. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ ഒരാൾ നിന്ന് ഒരു 25 വോട്ട് പിടിച്ചു മാറ്റിയാൽ ചിലപ്പോൾ 5 വോട്ടിനായിരിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥി തോറ്റിട്ടുണ്ടാവുക. അതുകൊണ്ട് ഞങ്ങളെക്കാൾ കൂടുതൽ LDFന് കിട്ടിയിട്ടുണ്ടത്, ഞങ്ങൾക്കതിന് തർക്കമില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ എല്ലാ കാലത്തും LDFന് മേൽക്കൈ ഉണ്ടാകുന്നത് അവരുടെ ഗുണം കൊണ്ടല്ല. ഞങ്ങൾക്ക് ചിലപ്പോൾ ചിലയിടങ്ങളിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നതാണ്. ജനാധിപത്യമല്ലേ, കൂടുതൽ സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെയ്ഡ് സർവൻസ് ഇല്ലാത്ത പാർട്ടിയല്ലേ. അപ്പം സ്വാഭാവികമായും ഞങ്ങൾക്ക് തോൽവി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. ഇവിടെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ കാതലായ പ്രശ്നത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം. ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ കേവലമായ ദിവസങ്ങൾ കൊണ്ടുവരുന്ന വ്യതിയാനം 11 ലക്ഷം വോട്ടർമാരുടെ വ്യത്യാസമാണ്. ആ വ്യത്യാസത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങൾ പരാജയം പേടിച്ചിട്ടാണ്, പരാജയം വരുമെന്ന് കരുതിയിട്ടാണ്. ഒരു സെക്കൻഡ് ഇവിടെ ഇദ്ദേഹം പറഞ്ഞു, പാലോട് രവി പറഞ്ഞു. ഒരു സെക്കൻഡ് നിങ്ങൾ എന്നെ ഡിഫൻസ് നിർത്തിയിട്ട് പോരുത്. പാലോട് രവി പറഞ്ഞു ഇവിടെ അടിത്തട്ടിൽ പ്രവർത്തനമില്ല. പാലോട് രവിയുടെ പണി എന്താ? ഞാൻ പച്ചയ്ക്ക് അങ്ങ് ചോദിക്കുക. പാലോട് രവിയുടെ പണി എന്താ? തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ ബൂത്തിലും പോയി പ്രവർത്തിക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ പണിയാണോ? രാഹുൽ ഗാന്ധിയുടെ പണിയാണോ? KC വേണുഗോപാലിന്റെ പണിയാണോ? സണ്ണി ജോസഫിന്റെ പണിയാണോ? തിരുവനന്തപുരം ജില്ലയിൽ പാർട്ടിയിൽ ബൂത്തിൽ പ്രവർത്തിക്കാൻ ആളില്ലെങ്കിൽ കണ്ടെത്തേണ്ട ചുമതലയ്ക്കാണ് കഴിഞ്ഞ 4 വർഷമായി പാലോട് രവി ആ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കിയാൽ എത്രയോ ഫാസ്റ്റായിട്ടാണ് പാലോട് രവി രാജിവെക്കേണ്ടി വന്നത്. കോൺഗ്രസ് പാർട്ടി ഇങ്ങനെയാണോ? ഒരു വീഴ്ച കണ്ടാൽ ഒരു നടപടി എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കാലവിളം കൊണ്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. പല ഡിസിഷനും ഡിലേ ആകുന്നതാണ് കോൺഗ്രസ് പാർട്ടി നേരിടുന്ന പ്രതിസന്ധി എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടത്. അത് പരസ്യമായി ഞാൻ പറയും. അപ്പൊ അങ്ങനെയുള്ള ആ സ്ഥാനത്തിരുന്നത് ചെയ്യേണ്ട പാലോട് രവി അത് ചെയ്യാതെ, ഒരു മണ്ഡലം പ്രസിഡന്റ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യിക്കേണ്ട ഡ്യൂട്ടി DCC പ്രസിഡന്റാണ്. അത് ചെയ്യാതെ, ബ്ലോക്ക് പ്രസിഡന്റ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യിക്കേണ്ട ഡ്യൂട്ടി ചെയ്യാതെ, അതിനൊരു ദൗർബല്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഇന്നലകളിലില്ലാത്ത ഡിസിഷൻ ഡിലേ ആകുന്ന സ്ഥിതി മാറി. ഇന്ന് ഡിസിഷൻ ഫാസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ടൈംലി അയാൾ രാജിവെക്കേണ്ടി വന്നെങ്കിൽ അതാണ് കോൺഗ്രസിന്റെ മാറ്റം, അതാണ് കോൺഗ്രസിന്റെ പ്ലസ് പോയിന്റ്, അതാണ് പുതിയ നേതൃത്വത്തിന്റെ ശക്തി, പുതിയ പ്രവർത്തകരുടെ ശക്തി. അവിടെ മുഖമൊന്നും നോക്കില്ല. 5 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണോ, ഡെപ്യൂട്ടി സ്പീക്കറാണോ, പാലോട് രവി സീനിയർ ആണോ എന്നൊന്നും ഞങ്ങൾ നോക്കിയില്ല. നോക്കിയോ? പാർട്ടിയുടെ അന്തസ്സിനും അഭിമാനത്തിനും ക്ഷതമേൽപ്പിച്ചാൽ മാറിയിരിക്കണം. കോൺഗ്രസിന്റെ മാറ്റത്തിന്റെ സൂചന കാണണമെന്നാണ്. പിന്നെ ഈ പറഞ്ഞ ബൈ ഇലക്ഷൻ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നടന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ട് ചേർത്തതിന്റെ കണക്കുകൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. സുരേഷ്, ഇതിനകത്ത് വോട്ടർ പട്ടികയിലേക്ക് വീണ്ടും വരികയാണ്. വോട്ടർ പട്ടികയിൽ 11 ലക്ഷത്തിന്റെ വ്യത്യാസം ഉണ്ടാകുമ്പോൾ പരാതി കോൺഗ്രസിനും BJPക്കും പോലെയുള്ള ഇപ്പുറത്ത് നിൽക്കുന്നവർക്കേ ഉള്ളൂ. നിങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല, നിങ്ങളൊരു സീരിയസ് ആയ പ്രശ്നമായി എടുക്കുന്നുമില്ല, നിങ്ങൾ വേറെന്തൊക്കെയോ കാര്യങ്ങൾ പറയുകയാണ്. കാരണം നിങ്ങൾക്ക് ഗുണപരമായി ഭവിക്കാൻ പോകുന്ന ഒരു ഏർപ്പാടാണതെന്ന് നിങ്ങൾ നന്നായി മനസ്സിലാക്കുന്നുണ്ട് എന്നാണ്. സത്യത്തിൽ നിങ്ങൾക്കൊരു സീരിയസ് കൺസേൺ ഈ 11 ലക്ഷത്തിന്റെ കാര്യത്തിൽ ഇല്ല എന്നാണോ? കൃത്യമായ വോട്ടിൻ്റെ കണക്കിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ബൂത്ത് തലത്തിൽ തന്നെ കൃത്യമായ പരിശോധന നടന്നു വരികയാണ്. ഭീമമായി വോട്ടർ പട്ടികയിൽ നിന്നും, നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിന്നും അങ്ങനെ വോട്ടർമാരുടെ പേര് വെട്ടിക്കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് അത്തരം തീരുമാനം കൈക്കൊള്ളുകയോ ചെയ്തിട്ടില്ല എന്ന് ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന അങ്ങേക്കടക്കം അറിയാവുന്ന കാര്യമാണ്. ഇത് അനാവശ്യമായി ഇപ്പോൾ ബീഹാറിൽ ഒരു കാര്യം നടക്കുന്നുണ്ട്. തീവ്ര വോട്ട് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട്, വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അതിനെതിരായി അതിശക്തമായിട്ടുള്ള സമര പോരാട്ടത്തിൻ്റെ പാതയിലാണ് ബീഹാർ ഇലക്ഷനുമായി മുന്നോടിയായി. ഏകദേശം അതിനോട് താരതമ്യപ്പെടുത്തുന്ന നിലയിലേക്ക് ഇത്തരം കാര്യങ്ങളെ ക്യാപ്സ്യൂളായി അവതരിപ്പിക്കുകയാണ് ഇവിടെ കൃത്യമായി ഇത്ര വോട്ടർമാർ, സ്ത്രീ വോട്ടർമാർ ഇത്ര, പുരുഷ വോട്ടർമാർ ഇത്ര, ട്രാൻസ്ജെൻഡേഴ്സ് ഇത്ര എന്നുള്ള നിലയിൽ എല്ലാ കേന്ദ്രങ്ങളിലും, തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ലഭ്യമാകുന്ന നിലയിൽ
വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അനാവശ്യമായൊരു വിവാദമുണ്ടാക്കി ആദ്യം ആ വിവാദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുക എന്ന എല്ലാ കാലത്തും കോൺഗ്രസ് പരീക്ഷിച്ച് വിജയിച്ച തന്ത്രം ഇവിടെയും എടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തുകയാണ്. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണ്? ഇന്ന് കോൺഗ്രസ് ഇന്നിപ്പോൾ പറഞ്ഞല്ലോ, അദ്ദേഹം വലിയ വീരവാദം മുഴക്കി, ഞങ്ങൾ നടപടിയെടുത്ത് നിമിഷ നേരം കൊണ്ട് നടപടിയെടുത്തു. എന്തിനാ അല്ലല്ല, ഞാൻ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വളരെ സഹിഷ്ണുതയോട് കേട്ടിരുന്നതാണ്. ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ ഞാൻ അദ്ദേഹം അത് അല്ലല്ല, ഞാൻ തർക്കത്തിനല്ലെങ്കിൽ താങ്കളുടെ അവസരത്തിൽ പറഞ്ഞോളൂ, എന്നെ പറയാൻ അനുവദിക്കാതെ നിഷാദിനകത്ത് ഇടപെടണം. എന്നെ എന്റെ അവസരത്തിൽ കയറി ഇവിടെ സൂചിപ്പിച്ച കാര്യം എന്താണ്? എന്തോ ഔദാര്യം പോലെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്തൊക്കെയാണ്? കോൺഗ്രസ് എടുക്കാച്ചരക്കാവും. വീണ്ടും മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യം എന്താ ഇത്? എന്നെ സംസാരിക്കാൻ മൂന്നാമതും കേരളത്തിൽ ഇടതുപക്ഷ നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ ശ്രീ നിഷാദ് എന്നോട് തുടരാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? താങ്കൾ കേൾക്കുന്നുണ്ടോ? സുരേഷ്. അല്ലല്ല, താങ്കൾ കേട്ടിട്ടുണ്ടോ? ആങ്കർ എന്നോട് തുടരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ സംഘടനാ നടപടി ഔദാര്യമല്ല. കോൺഗ്രസിന്റെ എന്താ ഇത്? നിങ്ങൾ അല്പം രാഷ്ട്രീയ മാന്യത കാണിക്കൂ. ഇതൊരു ചർച്ചയാണ്. ഒരല്പ രാഷ്ട്രീയ മാന്യത. സംഘടനാ നടപടി എന്ന് പറയുന്നത് അല്ലല്ല, ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കാൻ അനുവദിച്ചാലല്ലേ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? കോൺഗ്രസ് എടുക്കാച്ചരക്കാവുമെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? DCC പ്രസിഡന്റാണ്. കേരളത്തിൽ മൂന്നാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? DCC പ്രസിഡന്റാണ്. തലസ്ഥാന നഗരിയിലെ DCC പ്രസിഡന്റാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ്, കോൺഗ്രസ് തലയും കുത്തി വീഴും. നിസ്സാര വീഴ്ചയല്ല വീഴാൻ പോകുന്നത്, തലയും കുത്തി വീഴുമെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? DCC പ്രസിഡന്റ് ശ്രീ പാലോട് രവിയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് ഈ മുഖം രക്ഷിക്കുന്ന സംഘടനാ നടപടിയെങ്കിലും എടുക്കാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ആയിക്കൊള്ളട്ടെ, 4, 3, 7 പേരുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ആയിക്കൊള്ളട്ടെ, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുമോ? എടുക്കേണ്ട പണി എടുക്കാതിരുന്നുകൊണ്ട് കുറ്റം പറഞ്ഞ ആളെ പുറത്താക്കി കോൺഗ്രസ് മാതൃക കാണിച്ചിരിക്കുന്നതാണ് നേരത്തെ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, അനിൽ ബോസ് ചൂണ്ടിക്കാണിച്ചത്. അല്ല സജീവൻ, ഇതിനകത്ത് അനിൽ ബോസ് പറയുന്ന മാറ്റം ഉണ്ടല്ലോ. അതായത് നിലമ്പൂരിലും തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും എല്ലാം പ്രവർത്തിച്ച ചിട്ടയായ മെക്കാനിസം ഉള്ള ഒരു പാർട്ടി, വോട്ടർ പട്ടികയിൽ ആളെ ചേർത്ത ഒരു പാർട്ടി, ആ പാർട്ടിയെ കാണാതെ നിങ്ങൾ കാറടച്ച് വെടിവെക്കാൻ പാടുന്ന സജീവൻ അദ്ദേഹത്തിന്റെ വിമർശനം. അതോ ഈ ബൈപ്പോൾ സ്വാഭാവികമായും മെക്കാനിസം എല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് വരും? അവിടുത്തെ മികവ്, കേരളത്തിലെ ആകെ പ്രവർത്തന മികവായി അവതരിപ്പിക്കുന്നതിന്റെ പ്രശ്നമാണോ സജീവൻ? അനിൽ ബോസ് പറഞ്ഞ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഒക്കെ ഒരു കൃത്യമായ രൂപത്തിൽ വോട്ടർ പട്ടികയിൽ ആളെ ചേർത്തിട്ടുണ്ട്, ഞങ്ങളാണ് ഏറ്റവും മുന്നിൽ. ആ കാര്യം പൂർണ്ണമായിട്ടും സമ്മതിച്ചുകൊണ്ട് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാക്കി എല്ലാ വാർഡുകളിലും നിങ്ങൾ ചെയ്യേണ്ടത് ഈ വോട്ട് ചേർക്കാൻ, വോട്ടർ പട്ടികയിൽ പരമാവധി ആളെ ചേർക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതാകെ കുഴപ്പം. ഞാൻ പറയട്ടെ, ഈ CPM പൂർണ്ണമായിട്ടും നിങ്ങളുടെ വോട്ട് വെട്ടിമാറ്റിയിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ ആണെങ്കിൽ എനിക്കറിയില്ല, ആണെങ്കിൽ തന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇനി കിട്ടുന്ന സമയം വോട്ടർ പട്ടികയിൽ നിന്ന് നിങ്ങൾക്ക് വെട്ടിമാറ്റിക്കാനും നിങ്ങൾക്ക് ആളെ ചേർക്കാനും കിട്ടുന്ന സമയത്ത് അത് ചെയ്യുക. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അതിന് പകരം നേതാക്കന്മാർ തന്നെ ഇങ്ങനെ പരസ്യമായിട്ട് കാര്യങ്ങൾ പറയുകയും, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ പറയാം, പ്രതിപക്ഷ നേതാവ് ഇതല്ല പറയേണ്ടത്, കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ട് നമ്മളുടെ പുതുപ്പള്ളിയുടെ പ്രവർത്തനം നമ്മൾ ഓരോ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സ്ഥലത്തും കാണിച്ചിട്ടുള്ള പ്രത്യേകതകൾ അത് അതേപോലെ തന്നെ കോപ്പി ചെയ്യണം എന്ന് പ്രവർത്തകർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുകയാണ്. അത് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ശരി, എന്തായാലും ഞാൻ 20 സെക്കൻഡ് അതൊരു മര്യാദയാണ്. ഇപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ടാണ് തടസ്സം പറയുന്നതെന്ന് ചോദിച്ചാൽ, വോട്ടർ പട്ടികയെ ചേർക്കാത്തതിൻ്റെതോ ചേർക്കുന്ന സമയം ഞങ്ങൾ ഉപയോഗിക്കാത്തതോ അല്ല വിഷയം. ഇപ്പോൾ 64,347 വനിതകൾ ഇപ്പോൾ പട്ടികയിലില്ല, ചേർത്തിരുന്നവരാണ്.
അതുപോലെ തന്നെ 1,73,906 പുരുഷന്മാർ ഇപ്പോൾ വോട്ടർ പട്ടികയിലില്ല. മനസ്സിലായില്ലേ? കൃത്യമായി ഞങ്ങൾ ചേർത്തിരുന്ന ആളുകളില്ല. അപ്പൊ അത് വളരെ കൃത്യമായി വിവിധ ഘട്ടങ്ങളിൽ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ ആ പ്രായം വെച്ച് ഞങ്ങൾ മാനദണ്ഡം നോക്കിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. 11 ലക്ഷം വോട്ടർമാരില്ല. ശരി, അത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നം എടുക്കാൻ CPIM തയ്യാറാവുന്നുണ്ടോ എന്നതാണ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഈ പരാതികൾ വളരെ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട ഒന്നാണ്. അതേസമയം കോൺഗ്രസ് ആ കാര്യത്തിൽ എന്തുമാത്രം അവരുടെ മെക്കാനിസം വൃത്തിയാക്കിയിട്ടുണ്ട് എന്ന ക്വസ്റ്റിനും പ്രാധാന്യമുള്ളതാണെന്ന് തോന്നുന്നു. ഞാൻ അവസാനിപ്പിക്കുന്ന സമയം കഴിഞ്ഞുകൊണ്ട് താങ്ക് യു ശ്രീ സുരേഷ് കുമാർ, A. സജീവൻ, ഒപ്പം തന്നെ അനിൽ ബോസ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്